എന്താണ് ഈ പ്രാർത്ഥന? എൻ്റെ ഈ ബൈബിളിനോളം കട്ടിയുള്ള പ്രാർത്ഥനാ പുസ്തകം രാവിലെ 6 മണിക്ക് ഇരുന്ന് വൈകുന്നേരം 6 മണി വരെ ചൊല്ലി തീർക്കുന്നതല്ല പ്രാർത്ഥന. അതും പ്രാർത്ഥനയാണ്. പക്ഷെ എൻ്റെ വിശ്വാസത്തിലൊരു പ്രാർത്ഥന എന്നറിയാമോ? ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വിലയുള്ളൊരു പ്രാർത്ഥനയാണ്. ചിലപ്പോൾ അത് 1 സെക്കൻഡേ എടുക്കുള്ളൂ, ചിലപ്പോൾ അതിന് 5 മിനിറ്റ് എടുക്കുള്ളൂ, ചിലപ്പോൾ അതിന് 20 മിനിറ്റ് എടുക്കും, ചിലപ്പോൾ 5 മണിക്കൂർ എടുക്കും. എപ്പോഴെന്നറിയോ? ഹൃദയം ദൈവത്തിന് കൊടുക്കുന്നൊരു സമയമുണ്ട്. അതിന് ചില ആളുകൾ 5 മണിക്കൂർ കൊടുക്കും. ഞാൻ 5 മണിക്കൂറൊന്നും കൊടുത്തിട്ടേ ഇല്ല. ഇവിടെ നിൽക്കുന്ന പലരെ അത്രയും പ്രാർത്ഥനയുള്ള ആളല്ല ഞാൻ. കാരണം ഞാൻ ദൈവവചനം പ്രഘോഷിക്കാൻ ഒരുപാട് കാരണമുണ്ട്. നിങ്ങൾ പോലും ചിലപ്പോൾ എന്നെ കളിയാക്കും ഞാൻ ദൈവവചനം പറയുന്നത് കേട്ടാൽ. കാരണം 10ാം ക്ലാസ് വരെ എൻ്റെ വീട്ടിലൊരു ബൈബിൾ പോലും ഇല്ലായിരുന്നു. 10ാം ക്ലാസ് വരെ ഞാൻ വേദപാഠം പഠിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ വികാരിയായിട്ട് വന്ന ബഹുമാനപ്പെട്ട അച്ഛൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്രയും വലിയ ബൈബിളല്ല, സുവിശേഷവും ലേഖനവും ഉൾപ്പെടുന്ന ചെറിയ ബൈബിൾ നിർബന്ധമാക്കി. അപ്പോൾ ഞാനും എൻ്റെ സഹോദരനും വീട്ടിൽ ചെന്ന് പറഞ്ഞു, ബൈബിൾ ഇല്ലാതെ പള്ളിയിൽ ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ ചെല്ലാൻ പറ്റില്ലെന്നറിഞ്ഞപ്പോൾ ബൈബിൾ മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ല. ഇന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു ആശ്വാസം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുരിശേ കടന്ന 10-25 വർഷം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കുരിശേ കടന്ന ഒരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ച, ഒരു നല്ല ഡ്രസ്സ് ഇടാൻ ആഗ്രഹിച്ച, നല്ലൊരു വാഹനത്തെ കയറാൻ ആഗ്രഹിച്ച, നല്ലൊരു സ്ഥലത്ത് നിൽക്കാൻ ആഗ്രഹിച്ച, പറ്റാതെ പോയ. അതുകൊണ്ട് ഞാനൊരു വാക്ക് പറയാം, 100,000 പേര് നമ്മളെ തള്ളിക്കളഞ്ഞാലും നമ്മളെ എടുത്തെറിഞ്ഞാലും ദൈവത്തിൻ്റെ കരം എങ്ങനെ ഇരിക്കും? നമ്മളെ സ്വീകരിക്കാൻ വെൽക്കം ചെയ്തിരിക്കും. 1000 പേരും തള്ളിക്കളയുമ്പോഴും, ഇത് നിങ്ങൾക്കൊരു മൈക്ക് തന്നാൽ നിങ്ങളും പറയൂ ഇത് ഏത്? 1000 പേര് തള്ളിക്കളഞ്ഞാലും ദൈവം മാത്രം നീയും പൊക്കോ എന്ന് പറയില്ല, സ്വീകരിക്കും. അങ്ങനെ ഒരു അനുഭവം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. 10ാം ക്ലാസ് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, ബൈബിൾ വായിച്ചിട്ടുമില്ല. ബൈബിൾ എന്നാന്ന് എനിക്കറിയാം, പക്ഷെ ഇതിനകത്ത് ഏതാണ്ടൊക്കെ പറഞ്ഞു കേട്ടേ അറിവുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ബൈബിൾ മേടിക്കാൻ ഇപ്പം പൈസ ഇല്ല, എന്തു ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ പോയി ഒരു കൂട്ടുകാരൻ്റെ ബൈബിൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതേ ആകൃതിയിൽ എൻ്റെ അമ്മ വേസ്റ്റ് കടലാസ് എന്ന് പറഞ്ഞ്, ഇനി നിങ്ങൾ ചിരിക്കരുത്, പഴയ കാലത്ത് നമ്മുടെ അമ്മച്ചിമാർ ഈ സീരിയലൊക്കെ വരുന്നതിന് മുമ്പ് മാഗസിൻ എന്തൊക്കെയായിരുന്നു, മനോരമ, മംഗളം, അതെൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അത് അവിടുത്തെ വീട്ടിൽ നിന്നൊക്കെ വായിച്ചാൽ കൊണ്ടിരുന്നതാണ്. അത് എടുത്തിട്ട് ബൈബിളിൻ്റെ ഒപ്പം അതേ രീതിയിൽ മുറിച്ചു. എന്നിട്ട് അത്രയും കട്ടിക്ക് 2 ബൈബിൾ ഉണ്ടാക്കിയിട്ട് പുറം പേജ് കൊണ്ട് ഒരു കട്ടിയായ ഒരു കടലാസ് വെച്ച് ബൈബിൾ പോലെ ആക്കി. എന്നിട്ട് ഞായറാഴ്ച ഇത് ബൈബിൾ അച്ഛനെ പറ്റിക്കാൻ കൊണ്ടുപോകുന്നതാണ്. ബൈബിൾ മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ബൈബിളായിട്ട് അതാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാൻ ബൈബിൾ പറയുന്നത് ശരിയാണോ അല്ലയോ? ഞാൻ ബൈബിൾ പറയാൻ യോഗ്യനല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ അത്രയും യോഗ്യതയില്ല എന്ന്. അപ്പോൾ ഇത് കൊണ്ടുപോയി. അപ്പോൾ ഈ സൺഡേ സ്കൂളിൽ വേദപാഠം തുടങ്ങുന്നതിന് മുമ്പ് വികാരി അച്ഛൻ എല്ലാ വേദപാഠ കുട്ടികളും ഇരിക്കുമ്പോൾ ബൈബിൾ ഇങ്ങനെ ഉയർത്തി കാണിക്കണം. എപ്പം അച്ഛൻ നടുക്കൂടെ കടന്നുപോയി ഓരോ ലൈനിലുള്ളവരെ നോക്കും, ബൈബിളാണോ എന്ന്. പല പ്രാവശ്യം നോക്കിയിട്ടും എൻ്റെ ബൈബിൾ ആർക്കും ചെക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല. പക്ഷെ ഒരു പ്രാവശ്യം വികാരി അച്ഛന് സംശയം തോന്നി. ഇത് മേടിച്ച് ദൈവകൃപ കൊണ്ട് തുറന്നു നോക്കിയില്ല. ഇത് നേരെ അൾത്താരയുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ തുറന്നു നോക്കിയപ്പം മംഗളത്തിൻ്റെയും മനോരമയുടെയും കടലാസ് താഴോട്ട്. അച്ഛനിത് അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവാണിത്. ഇത് എല്ലാവരും ചിരിക്കാനും വിമർശിക്കാനും ഇടയായി. എല്ലാവരുടെ മുമ്പിൽ വെച്ച് എനിക്കിട്ട് 2 അടിയും കിട്ടി. പിറ്റേ ദിവസം വെളുപ്പിന് വികാരി അച്ഛൻ എൻ്റെ വീട്ടിൽ വരികയാണ്. ബൈബിൾ എന്താണ് കൊടുത്തുവിടാതെ പഴയ കടലാസ് കുത്തിക്കീറി ഒരു ബുക്കായിട്ട് തുന്നിച്ച് വിടാനുള്ള കാരണം അന്വേഷിച്ച് വന്നപ്പോഴാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ സ്ഥലത്തെ വികാരി അച്ഛൻ അറിയുന്നത്. ഇനി എന്നോടൊരാൾ ചോദിച്ചു, അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നാണെന്ന്. സത്യം പറയട്ടെ, ഇന്ന് വരെ ദൈവം അനുഗ്രഹിച്ച് രോഗമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് രോഗസൗഖ്യം കിട്ടിയതായിട്ട് സാക്ഷ്യം പറയാനില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യമാണ്, ബൈബിൾ പോലും വായിക്കാത്ത ഞാൻ
10ാം ക്ലാസ് വരെ ബൈബിൾ തൊടാത്ത ഞാൻ ബൈബിൾ വചനം പറയുന്ന ഒരാളാക്കി ഫ്ലക്സെ പേരിട്ടിട്ട് നോട്ടീസെ പേരിട്ട് എന്നെ കൊണ്ട് ഇവിടെ നിർത്തിയതാണ് ഏറ്റവും വലിയ അത്ഭുതം. ശരിക്കും അറിഞ്ഞാൽ നിങ്ങൾ വിളിക്കില്ല. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ ചോദിച്ചു, അച്ഛൻ്റെ കൺവെൻഷൻ നടത്തുന്ന രീതികൾ എങ്ങനെയാണ്? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൺവെൻഷൻ നടത്തിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ രീതികളൊന്നുമില്ല അച്ഛൻ, അച്ഛൻ്റെ ഇഷ്ടം പോലെയെന്ന്. കൺവെൻഷൻ തുടങ്ങി 3ാമത്തെ ദിവസം പറഞ്ഞു ഇത് ആദ്യത്തെ കൺവെൻഷനാണെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഇതോടെ നിർത്താൻ പറഞ്ഞത്, അതുകൊണ്ട് ആദ്യം പറയായിരുന്നത്. പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ച്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്. 2ാമത്തെ അത്ഭുതം എന്നാന്ന് പറയാം. 2ാമത്തെ അത്ഭുതം, എനിക്കൊരു മനുഷ്യനോടൊരു വാക്ക് പറയാൻ അറിയാൻ പാടില്ലായിരുന്നു. കാരണം എൻ്റെ അപ്പച്ചൻ ഭയങ്കര മദ്യപാനി. എൻ്റെ വീട്ടിൽ അതിനുള്ള സാഹചര്യമില്ല. ആരുടെയും മുമ്പിൽ നിന്നിട്ടില്ല, എല്ലാവരുടെയും പുറകിൽ നിന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ഉള്ള ഒരാളായിരുന്നു. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയും. ആരെങ്കിലും വന്നാൽ ഞാനിങ്ങനെ ചിന്തിക്കും, ഞാൻ കൊള്ളിയാലാത്തവനാണ്, എനിക്കെന്നാ യോഗ്യതയോ ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും പുറകിൽ പോയി നിൽക്കും. അങ്ങനെ ഞാൻ 10 വർഷം സെമിനാരി പഠിച്ചിട്ട് 10 വർഷവും ധ്യാനം കൂടിയ ആളാണ്. പക്ഷെ എനിക്കൊരു സൗഖ്യവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഒപ്പം ഉള്ളവർ എന്നോട് ചോദിക്കും, നീ എന്തിനാണ് അച്ഛനാവുന്നേ? അങ്ങനെ എന്നെ വൈദികനാകുന്നതിന് 5-6 മാസം ഉള്ളപ്പം ഞാനൊരു ആശ്രമത്തിൽ ഒരച്ഛൻ്റെ അടുത്ത് 3 അച്ഛന്മാരുള്ള സ്ഥലത്ത് പോയി നിന്നു. അതിലൊരച്ഛൻ കോളേജിൽ പഠിപ്പിക്കുന്നൊരച്ഛനാണ്. അപ്പോൾ അച്ഛൻ എന്നോട് ബൈക്ക് സ്റ്റാർട്ടാക്കിയപ്പോൾ പറഞ്ഞു, ബൈക്കേ കയറ്, ഒരു വീട് വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു. വണ്ടി എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമോ, യാത്രാ വാഹനമൊക്കെ ഇഷ്ടമുള്ള ആൾ. ഞാൻ ചാടി കയറി. അപ്പോൾ അച്ഛൻ എന്നോട് അവിടം തൊട്ട് ഒരു നിശ്ചിത ദൂരം വരെയും സംസാരിക്കുകയാണ്. എന്തൊക്കെയോ എനിക്ക് പകുതി കേൾക്കത്തില്ല. അതുകൊണ്ട് കേൾക്കാൻ വേണ്ടി ഞാൻ ഈ ബൈക്കിലാണ് പോകുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്, പലതും തിരിയല. അപ്പോൾ ഈ അച്ഛൻ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടൊരു അച്ഛനാണ്, എന്നെ ഒരു കാലത്ത് പഠിപ്പിച്ചിട്ടുള്ള അച്ഛനാണ്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധയോട് ഇത് പേടിച്ച് കേൾക്കും, മറുപടിയും പറയും. അപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പം ഈ അച്ഛനെ ഈ കുടുംബം എല്ലാം ഭയങ്കര കാര്യമായിട്ട് സ്വീകരിച്ചു. കാരണം എന്നെ അവരറിയില്ല, ഈ അച്ഛനെ അറിയത്തുള്ളൂ. അപ്പോൾ ആ വീട്ടുകാരെല്ലാം ഭയങ്കര സ്വീകരിച്ചു, ഭക്ഷണം എടുക്കുന്നു, കാപ്പി എല്ലാം റെഡി. അപ്പം ഞാൻ അധികം സംസാരിക്കാത്തതുകൊണ്ട് ആ വീട്ടിലുള്ള ഒരാൾ ഈ അച്ഛനോട് ചോദിച്ചു, ഞാൻ ആരാണ്? അപ്പം ഞാൻ ഡീക്കനാണ്, ഇനി വൈദികനാകാനുള്ള ആളാണ്, ഒന്നും സംസാരിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ഈ അച്ഛൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ. എനിക്ക് സത്യം നിങ്ങളോട് പറയാൻ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്കങ്ങനെ അധികം ആൾക്കാരോട് ഇങ്ങനെ ചാടിക്കയറി സംസാരിക്കാൻ അറിയില്ലായിരുന്നു. ഒന്നും അറിയത്തില്ല. ചോദിച്ചാൽ മറുപടി പറയും എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് സോഷ്യലായിട്ട് ഇടപെടുക, വാ ഇരിക്കുക, അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് വണ്ടി ആ വീടിൻ്റെ മുറ്റത്തുനിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് തിരിച്ച് വരുന്നവരെ ഈ അച്ഛൻ എന്നെ പറയാത്ത വഴക്കില്ല. എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ അച്ഛൻ്റെ കുറ്റമായിട്ടല്ല പറയുന്നത്, എൻ്റെ ഇതായിട്ട് പറയാണ്, എടാ നീ ഇത്രയും നാൾ പഠിച്ചിട്ട് നിനക്ക് മര്യാദയ്ക്കൊരാളോട് സംസാരിക്കാൻ പോലും അറിയത്തില്ലല്ലോടാന്ന് ചോദിച്ചു. നീ ഇത്രയും നാൾ പഠിച്ചിട്ട് നീ എന്തിനാടാ ഒരു അച്ഛനാവുന്നത്? അച്ഛനായാൽ ആരോടെങ്കിലും ഒക്കെ ഒന്ന് മിണ്ടണ്ടേ? ഇത് കേട്ടപ്പോൾ ഓരോ പ്രാവശ്യം കർത്താവിൻ്റെ കുരിശേൽ ആണി അടിച്ചതുപോലെ വേദന എനിക്ക് തോന്നുകയാണ്. ഇത് ശരിയാണ്, ഭയങ്കര ഈ വണ്ടിയെ കയറണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ എവിടെ കിടന്ന് ഒരാളോട് സംസാരിക്കാൻ പോലും 10 വർഷം സെമിനാരി പഠിച്ചിട്ട് ശരിക്കും അറിയില്ലാത്ത ഞാൻ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി വലിയ വലിയ ആളുകളോട് വരെ സംസാരിക്കാൻ ഇന്ന് ആ അച്ഛന് കഴിഞ്ഞതിനേക്കാൾ 1000 മടങ്ങ് ആളുകളോട് വചനം സംസാരിക്കാനും പറയാനും പ്രാർത്ഥിക്കാനും എന്നെ ദൈവം ഒരുക്കി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ 2ാമത്തെ അത്ഭുതമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇത് ഞാൻ പറയാൻ വേണ്ടി ഒന്നും മറന്നതല്ല. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, ഇതൊന്നും ഞാൻ ഒരു കൊട്ടപ്പിടി പ്രാർത്ഥിച്ചിട്ട് നേടിയെടുത്തതല്ല. എല്ലാ ദൈവത്തിൻ്റെ ഒരു കരുണയാണ്, ഒരു വലിയ കരുണ. അതാ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈശോ പറഞ്ഞില്ലേ, ഒരു ചൂണ്ടയിട്, അവിടുന്ന് ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വാ തുറന്നു നോക്കാം, അതിനകത്തൊരു നാണയവിരിപ്പുണ്ടാവും. ഈ ദൈവത്തിൻ്റെ കണ്ണ് നോക്കിക്കുക ഈശോയുടെ. ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുമോ മീനിൻ്റെ വായ്ക്കകത്ത് പൈസ ഇരിപ്പുണ്ടെന്ന്? ഈ മീനിൻ്റെ അകത്തിരുന്ന ഈ നാണയം പോലെയാ ഞാനും നിങ്ങളും. എവിടെയൊക്കെയോ കടന്നവർ പൊക്കിയെടുത്തത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഉയർത്തിക്കൊണ്ടുവരുന്നത്, 4 പേരെ അത് കാണിക്കുന്നത്, പ്രയോജനപ്പെടുത്തുന്നത്, ഉപകാരത്തെ കൊള്ളിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ
ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഏകദേശം ഇതുപോലുള്ളൊരു കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്കറിയാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിൽ ഒരു ദൈവവചനം പരിചയപ്പെടുത്തുകയാണ്. ഒരാളുടെ പേരാ എഴുതിയിരിക്കുന്നത്. ആരാണെന്നറിയോ? ബർത്തേമിയൂസ്. ഇനി ഒന്ന് ശ്രദ്ധിക്കാമോ? ആരാണ് ഈ വ്യക്തി? പഞ്ചായത്ത് പ്രസിഡന്റാണോ? പഞ്ചായത്ത് മെമ്പറാണോ? MBA കാരനാണോ? ഈ മനുഷ്യൻ ഈ ഹെഡിങ് ആയിട്ട് ഈ വേദപുസ്തകത്തിനകത്ത് ഈ മനുഷ്യൻ്റെ പേരെഴുതി വെക്കാൻ ഇയാൾക്ക് എന്നാ യോഗ്യതയുള്ളേ? ഇയാളുടെ യോഗ്യത തർമ്മക്കാരനാണ്. തർമ്മക്കാരൻ, ഭിക്ഷക്കാരൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രദ്ധിച്ചേ, ഒരു പിള്ളേർ വായിക്കുന്ന കഥപുസ്തകത്തിനകത്ത് വരെ ഭിക്ഷക്കാരൻ്റെ പേര് ചെറുതായിട്ട് എഴുതുള്ളൂ, ചെറുതായിട്ട്. ഇവിടെ ഭിക്ഷക്കാരൻ്റെ പേര് ബൈബിളിനകത്ത് വേദപുസ്തകത്തിനകത്ത് എഴുതി വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. 100 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പണക്കാരൻ്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. ഈ ദേശത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പൈസക്കാരൻ ആരാന്ന് ചോദിച്ചാൽ. പക്ഷെ 2020 വർഷം മുമ്പ് ഭിക്ഷയെടുത്ത ഭിക്ഷക്കാരൻ്റെ പേര് നമുക്കറിയാം. ഇയാളുടെ പേര് ഇത്ര ഉയർത്താനുള്ള ഒറ്റ കാരണമുള്ളൂ. എന്താണ് ഒറ്റ കാരണം? ഇയാളുടെ പ്രാർത്ഥനാ ജീവിതം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നടക്കുമ്പോഴും ഓടുമ്പോഴെല്ലാം 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. പിന്നെ ഒരു മുറിക്കകത്ത് കയറി ദൈവത്തോടൊപ്പം 10 മിനിറ്റ് ചെലവഴിക്കുന്നതും പ്രാർത്ഥനയാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഉറക്കെ പറഞ്ഞ് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? എല്ലാവരും ഇത് മനസ്സിലാക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കില്ലേ? ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ നോക്കിയിട്ടും പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ പ്രാർത്ഥനയിൽ പരിഹരിച്ചെടുക്കാൻ പറ്റും. ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ളവനും നേതാവിനോടും പറഞ്ഞിട്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം ആ റബ്ബർ വെട്ടുകാരനായ പ്രാർത്ഥനക്കാരനെ വിളിച്ചിട്ട്, ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? ഞാൻ പ്രാർത്ഥിക്കാച്ചാന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിൽ പോയി, അയാളുടെ പ്രാർത്ഥനാ മുറിയിൽ പോയി 1/2 മണിക്കൂർ കൈ വിരിച്ചു പിടിച്ചാൽ എൻ്റെ പ്രശ്നം മാറി കിട്ടുന്നു. MBA കാരൻ നോക്കിയിട്ടും ഇവിടുത്തെ ഏറ്റവും വലിയ നേതാവ് നോക്കിയിട്ടും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം റബ്ബർ വെട്ടുകാരൻ അയാളുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ച് പരിഹരിച്ചു തരും. ഈ ലോകത്തിൽ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആയുധത്തിൻ്റെ പേരാണ് പ്രാർത്ഥനാ ജീവിതം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളൊക്കെ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് 10 ദിവസം പ്രാർത്ഥിക്കില്ലാത്തവരാണ്. ഞാൻ വലിയ പ്രാർത്ഥനക്കാരനല്ല. ഞാൻ ഒരുപാട് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ആ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഇന്നും എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ചില സമയത്ത് ഞാൻ ഹൃദയത്തിൽ നിന്ന് ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെനിക്ക് അച്ചട്ടായിട്ട് ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് വരെ ഇവിടെ നിൽക്കുന്നത് വരെ ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിച്ച ചരിത്ര പുസ്തകം എഴുതിയിട്ടില്ല. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടില്ല. പക്ഷേ എനിക്ക് പ്രാർത്ഥനയെക്കുറിച്ച് എനിക്കൊരു കാര്യം അറിയാം. എൻ്റെ ദൈവമേ ഒരു പ്രാവശ്യം വിളിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ അവസ്ഥകളിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനത് പുസ്തകത്തിൽ നിന്ന് പഠിച്ചതുമല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഏതവസ്ഥയ്ക്ക് മാറ്റം വരുത്താനും പ്രാർത്ഥന മാത്രം മതി. പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയും ഈ ലോകത്തിലില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതിനൊരു ഉദാഹരണം പറയാം. ഈശോയിൽ കാണുന്ന ഒറ്റ പ്രത്യേകതയുള്ളൂ. എന്താ പ്രത്യേകത? ഈശോയിൽ കാണുന്ന പ്രത്യേകത പ്രാർത്ഥിക്കുന്ന പ്രത്യേകത. ഹല്ലേലൂയ. ഈശോ പ്രാർത്ഥിച്ചായിരുന്നോ ഇല്ലയോ? ബൈബിൾ മുഴുവൻ പരിശോധിച്ചു. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട് പ്രാർത്ഥന കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? ഈശോ പോലും പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ പുല്ലുപോലെ വാടിപ്പോകുന്ന സാധാരണ മനുഷ്യരായ നമ്മൾ എന്തേരം പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈശോ പോലും പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്കും പ്രാർത്ഥന വേണം. ഹല്ലേലൂയ. പ്രാർത്ഥന വേണോ വേണ്ടയോ? പ്രാർത്ഥിച്ചാലുള്ള പ്രത്യേകത ശ്രദ്ധിച്ചോ? ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് എപ്പോഴാ?
ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും ഉറങ്ങാൻ തുടങ്ങുന്നതിൻ്റെ കാരണം എന്നാ? വിഷയം എന്നാ? അതിനാണ്ട പ്രാർത്ഥനയെന്ന് കേൾക്കുമ്പോഴേ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വായിക്കോട്ടെ വരും. എന്തു വരും എന്നാന്നറിയത്തില്ല, ഭയങ്കര ചൊറിച്ചിലും. നമുക്കിഷ്ടമില്ലാത്തോണ്ടല്ല, നമുക്കെന്തോ ഒരു വയ്യ, അത് വേണ്ടെന്നാണ് നമ്മുടെ അഭിപ്രായം. പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ നമ്മുടെ ഫോൺ എൻ്റെ അടുത്തില്ല, ഫോൺ എടുത്ത് സൈലൻ്റ് ആയിട്ട് ഇവിടെ വെക്കണം. സൈലൻ്റായിട്ട് അരമണിക്കൂർ ഞാൻ ഫോൺ എടുക്കില്ല, പ്രാർത്ഥനയാണ്. പക്ഷെ എൻ്റെ കണ്ണടയ്ക്കരുത്. നോക്കിക്കോ, വിളിക്കാത്തവർ മുഴുവൻ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഈ അരമണിക്കൂറിലായിരിക്കും. ജസ്റ്റ് പരീക്ഷണം വേണം നടത്തി നോക്കി. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയമ്പോൾ മൊബൈൽ എടുത്ത് കാണാൻ പാകത്തിന് വെക്കുക. ഇതേ സൗദി അറേബ്യയിൽ നിന്ന് ഒരു ചങ്ങായി വിളിക്കും. ഇവൻ 10 വർഷമായിട്ട് വിളിച്ചിട്ടില്ല. ഇവൻ എന്നാ കാണിക്കാനാവോ വിളിക്കുന്നത്? ഇവൻ വിളിക്കുക. ജമ്മു കാശ്മീരിൽ നിന്ന് ചിറ്റപ്പൻ മെസ്സേജ് വിട്ടിരിക്കുന്നു, സുഖമാണോടാന്ന്. ഇന്ന് വരെ അയാൾ സുഖമാണെന്ന് അന്വേഷിച്ചിട്ടില്ല. പ്രാർത്ഥനാ സമയത്തെ ചിറ്റപ്പൻ അന്വേഷിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ വിളിക്കാത്തവർ മുഴുവൻ നമ്മളെ വിളിക്കും നമ്മുടെ പ്രാർത്ഥനാ സമയത്ത്. കാരണം എന്നറിയോ? പ്രാർത്ഥനാ സമയത്താണ് നമുക്ക് ഭയങ്കര അസ്വസ്ഥത, പറ്റത്തില്ല. ഇനി ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്ക വീട്ടിലും പ്രാർത്ഥനകളെ ആ സമയത്ത് ഒരു വഴക്കുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 7:30 ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ 7:20 ചിലപ്പോൾ കുപ്പിയുടെ അടപ്പ് കണ്ടില്ലെന്ന് പറഞ്ഞ് അവിടെ ഭൂകമ്പം ഉണ്ടാവും. കുപ്പിയുടെ അടപ്പ് കണ്ടില്ല, എവിടെ കുപ്പിയുടെ അടപ്പ്? കുപ്പിയുടെ അടപ്പിൻ്റെ പേരിൽ 8 മണി വരെ ഇൻ്റർനാഷണൽ വഴക്കായിരിക്കും. ചെറിയൊരു കാര്യമുള്ള പോയാൽ പോട്ടെന്ന് വെച്ചാൽ പോരെ? ഇല്ല, കുഞ്ഞു കാര്യത്തിന് വലിയ വഴക്കുണ്ടാവും. 7:30 പ്രാർത്ഥനയാണെങ്കിൽ 7:20. ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ് പെട്ടെന്ന് അത് നടക്കത്തില്ല ആഗ്രഹിക്കുന്ന പോലെ. ഒത്തിരി പേർക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റാത്തവരാണ്. ഹല്ലേലൂയ. പേടിക്കൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ നമുക്കൊരു നല്ലതിനാ. ശ്രദ്ധിച്ചു, നല്ലതിനാ ഇത്. ഞാനിങ്ങനെ ചിന്തിക്കും, ഒരു മനുഷ്യൻ പറയാണ്, അച്ചോ എൻ്റെ വീട്ടിൽ 20 വർഷത്തോളമായിട്ട് പ്രാർത്ഥനയില്ല. എന്നാ കാരണം എന്നറിയോ? ആ ചേട്ടൻ്റെ മകളെ കല്യാണം കഴിച്ചു വിട്ടു, ഗർഭിണിയായിട്ട് കൊണ്ടുവന്നു. പ്രസവിച്ചു കഴിഞ്ഞ് ആ കൊച്ചിനെ ഈ മകൾ അടിച്ചു. അപ്പോൾ അത് ഇവളുടെ അപ്പന് ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് കൊച്ചിനെ അടിക്കാനാണ് ഇവിടെ ഒരുത്തിനും പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞ് പായി ചുരുട്ടി എറിഞ്ഞ് വേദപുസ്തകം മാറ്റിയിട്ട് ഇവിടെ ഒരുത്തിനും പ്രാർത്ഥിക്കേണ്ടെന്ന് 20 വർഷം മുമ്പ് പറഞ്ഞതാണ്. കുഞ്ഞൊരു കാര്യത്തിന് മകൾ കൊച്ചിനെ അടിച്ചു എന്ന്. ആ സമയത്ത് കൊച്ചിനെ അടിക്കാനാണ് ഇവിടെ ആരും പ്രാർത്ഥിക്കേണ്ടെന്ന് അയാൾ നിർത്തി. അന്ന് തൊട്ട് 20 വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. എന്നിട്ട് ഇയാൾ പറഞ്ഞ വാക്ക് കേൾക്കണം, 20 വർഷം പ്രാർത്ഥിക്കാത്തതിൻ്റെ കുറവ് 21ാമത്തെ വർഷത്തിലാ ശരിക്കും പിടികിട്ടിയെന്ന് പറഞ്ഞു. അത് ഭയങ്കര കറക്റ്റാണ്. 20 വർഷം പ്രാർത്ഥിക്കാത്തതിൻ്റെ കുറവ് ആ മനുഷ്യന് വീട്ടിൽ പിടികിട്ടിയപ്പം 21 വർഷം എടുത്തു. ഇവിടെ ഇരിക്കുന്ന പലർക്കും പ്രാർത്ഥിച്ചില്ലേലും നേരം വിളിക്കില്ലെന്ന് ചോദിക്കും, പ്രാർത്ഥിച്ചില്ലേലും ഫുഡ് കഴിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കും. എന്നാൽ ശ്രദ്ധിച്ചോ, പ്രാർത്ഥിച്ചില്ലെങ്കിലുള്ള കുറവ് നിശ്ചിത വർഷങ്ങൾക്ക് ശേഷമാ ഒരാൾക്ക് പിടികിട്ടുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ കുറവ്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചു തന്നതാ. ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു തന്നതാ. നിങ്ങളാണ് ചോദിക്കുവോ ഇല്ലയോ? ചോദിക്കുവോ? ഈശോയോട് ശിഷ്യന്മാർ ചോദിക്കുവാണ്, കർത്താവേ ഞങ്ങൾ എന്ത് പഠിപ്പിക്കണം? ഞാൻ ചോദിക്കുമോ? നിങ്ങൾ ചോദിക്കുവോ ഇല്ലയോ? നിങ്ങൾ ചോദിക്കില്ല. നിങ്ങൾ ചോദിക്കും, MBBS കിട്ടാൻ കർത്താവെ കിട്ടണം, കടം മാറണം, വരുമാനം മാർഗം വർദ്ധിക്കണം. നമ്മൾ പലതും ചോദിക്കും. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമെന്ന് ചോദിക്കോ ഇല്ലയോ? ഞാൻ ചോദിക്കാല, നിങ്ങളെ കുറ്റം പറയുന്നില്ല, ഞാൻ ചോദിക്കാല. ഞാനാണ് 2020 വർഷം മുമ്പ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനെങ്കിൽ ഞാൻ ഈശോയോട് എങ്ങനെയേലും ചോദിച്ചേനെ, കർത്താവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട, 5 അപ്പം 5000 പേർക്ക് കൊടുക്കാൻ പഠിപ്പിക്കാവെന്ന് ചോദിച്ചേ. ആ ഒരൊറ്റ കാര്യമുണ്ട്, എന്നെ പിടിച്ചാൽ കിട്ടിയല്ല. ഈശോയ്ക്ക് 5000 അപ്പം ഉണ്ടാക്കാൻ എത്ര കിലോ അരി വേണം? ഏകദേശം 1 കിലോ അരി, 5 അപ്പത്തിൻ്റെ അരി മതി. ഗ്യാസ് വേണ്ട, അരി പൊടിപ്പിക്കണ്ട, ദോശക്കല്ല് വേണ്ട, ചട്ടുകം വേണ്ട, നേരത്തെ എഴുന്നേക്കണ്ട, ആകെ 5 അപ്പം. ആ ടെക്നിക്ക് ഞാൻ എങ്ങനെയേലും പുറകെ നടന്ന് സോപ്പിട്ട് ഞാൻ കടലാസിൽ എഴുതി മേടിച്ച് അത് വെച്ചൊരു കച്ചവടം നടത്തി. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അപ്പത്തിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് ഞാൻ നടത്തിയാൽ
ഈ ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതിയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് അപ്പം ഉണ്ടാക്കാൻ വലിയ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പിടിച്ചാൽ പോലും കിട്ടില്ല, അത്ര പൈസക്കാരനായി പോയി നിങ്ങൾ. ഈ മണ്ടന്മാരായ ശിഷ്യന്മാരെന്നാ ചോദിക്കാഞ്ഞേ? കർത്താവേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാൽ മതി, 5 അപ്പം അരിയില്ലാണ്ട് അപ്പം ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞില്ലല്ലോ, ഗ്യാസ് ഇല്ലാതെ പഠിപ്പിക്കാൻ പറഞ്ഞില്ല. ഞാനാണ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യരെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചേനെ, കർത്താവേ എന്നെ വേറൊന്നും പഠിപ്പിക്കണ്ട, എനിക്ക് മരിച്ചവരെ ഉയർപ്പിക്കാനെന്ന് പഠിപ്പിച്ചാൽ മതി, ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ലല്ലോ. ഈശോയ്ക്ക് ആ കഴിവുണ്ടായിരുന്നു. ഏത്? ശരീരം മുഴുവൻ പുഴുവായിട്ടിരിക്കുന്ന ഒരുത്തനെ ഒരു പുഴുവില്ലാണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. ഇതെനിക്കറിയാമെങ്കിലോ ജയലളിത വരെ ഇവിടെ വന്നേനെ. മരിച്ചുപോയി, എന്നാലും വരും. പ്രധാനമന്ത്രി, അമേരിക്കൻ പ്രസിഡന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരായ ആൾക്കാർ വരെ എന്നെ കാണാൻ വന്നേനെ. എന്തിന്? മരിച്ചവരെ ഉയർപ്പിക്കാനൊരു ടെക്നിക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ പറയും ഒരാളെ മരിച്ചവരെ ഉയർപ്പിക്കാൻ 2 കോടി രൂപ നിങ്ങൾക്ക് ഇവിടെ വെച്ചോളാൻ പറയും. പറയുന്ന പൈസ തരും എനിക്ക്. ഈ മണ്ടന്മാരായ ശിഷ്യന്മാരെന്നാ ചോദിക്കാഞ്ഞത്? മരിച്ചവരെ ഉയർപ്പിക്കാൻ ഒന്ന് പഠിപ്പിക്കുക, അയാളെ അപ്പം ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. അവൻ പോട്ടെ, പറഞ്ഞില്ല. ഇനി ഞാനാണ് യേശു ക്രിസ്തു ശിഷ്യനെങ്കിൽ ഞാനിങ്ങനെ ചോദിച്ചേനെ, കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കാൻ പഠിപ്പിക്കുകയൊന്നും വേണ്ട, ഈ അന്ധന്മാരെ സുഖപ്പെടുത്ത ടെക്നിക്കൊന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഓപ്പറേഷൻ വേണ്ട, BP പ്രശ്നമല്ല, ഷുഗർ നോ പ്രോബ്ലം. ഇന്നൊരു കണ്ണാശുപത്രി പോയി നോക്കിക്കുക, ഡോക്ടർമാർ നമ്മളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കും. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ? ടെസ്റ്റ് ചെയ്തിട്ട് വാ. നിങ്ങളുടെ കണ്ണെനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങളതുകൊണ്ട് വേറൊരു എക്സ്റേ എടുക്കേണ്ട കാര്യമുണ്ട്. 100 പ്രാവശ്യം നമ്മളെ ഓടിക്കും. ഇത് എക്സ്റേ വേണ്ട, BP പ്രശ്നമല്ല, ഷുഗർ പ്രശ്നമല്ല, കീറണ്ട, മുറിക്കണ്ട, ചിലവില്ലാത്ത 2 കാര്യങ്ങൾ ഉപയോഗിച്ചുള്ളൂ. ഇച്ചിരി ചെളി, ഇച്ചിരി തുപ്പലും. 25 പൈസ ചിലവില്ല, ഇച്ചിരി ചെളി ഉണ്ടാക്കി തൂത്ത് വിട്ടു പോകോളാൻ പറഞ്ഞു. ആ കഴിവ് ഉണ്ടായിരുന്നെങ്കിലോ എല്ലാ കണ്ണാശുപത്രിയും പൂട്ടിപ്പോയത്. കണ്ണ് ഡോക്ടർമാർ എന്നെ ബോംബിട്ട് കൊന്നു കളഞ്ഞേ. ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റണ്ടേ? ശിഷ്യന്മാരെ ഈശോ പഠിപ്പിച്ചത്, ശിഷ്യന്മാരെന്തുകൊണ്ടാണ് ചോദിക്കാഞ്ഞത്? കർത്താവേ, ഞങ്ങളെ ഈ കണ്ണിന് കാഴ്ച തരം ഉണ്ടാക്കാൻ പഠിപ്പിക്കണേ, അപ്പം ഉണ്ടാക്കാൻ പഠിപ്പിക്കണേ, മരിച്ചവരെ ഉയർപ്പിക്കാൻ പഠിപ്പിക്കണം. അതൊന്നും പഠിപ്പിക്കാൻ ചോദിക്കാതെ എന്നെ ചോദിച്ചിട്ടുള്ളൂ പ്രാർത്ഥിക്കുക. അപ്പൊ ഏറ്റവും വിലയുള്ള ഒരു കാര്യമാണ് എന്ത്? പ്രാർത്ഥന. പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും വിലയുള്ളത്, ഏറ്റവും വിലയുള്ളതാണ് നമുക്ക് ഏറ്റവും ഇല്ലാത്തത്. നമ്മൾ പലതിൻ്റെയും പുറകിൽ കിടക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മുടെ പ്രാർത്ഥനയുടെ കുറവാണ്. നമ്മൾ ആരെങ്കിലും മിടുക്കന്മാരല്ലാഞ്ഞിട്ടാണോ? എല്ലാ മക്കളും പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. എന്നാൽ എല്ലാ വിഭാഗങ്ങളുടെയും ഉയർച്ചയുടെ ഗ്രേഡ് നോക്കിക്കോ, നമ്മൾ ക്രിസ്ത്യാനികൾ എല്ലാത്തിലും പുറകിലാണ്. എല്ലാ പിള്ളേരും പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. എല്ലാത്തിനും A+ ഉണ്ട്, പക്ഷെ ജീവിതത്തിൽ പലർക്കും A+ ഇല്ല. ഉദാഹരണം പറയാം. സ്കൂളിൽ എല്ലാത്തിനും A+, +2 ഭയങ്കര മാർക്ക്. അതുകൊണ്ട് നാട്ടിൽ ഫ്ലക്സ് ഇട്ടു, ആളുടെ പേര്, ഭയങ്കര അപ്രിസിയേഷൻ, ഭയങ്കര മാർക്ക്. പക്ഷെ ആൾക്ക് ദൈവവിശ്വാസവും ഇല്ല, പ്രാർത്ഥനയില്ല. IT മേഖലയിൽ നല്ല ശമ്പളത്തിന് ജോലി കിട്ടി, ആഘോഷമായ വിവാഹം നടന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ കുടുംബജീവിതം തകർന്നു. എല്ലാത്തിനും A+ കിട്ടിയവൻ എന്തിനാ 1 മാസം അവർ ഭാര്യയോടൊത്ത് ജീവിക്കാൻ പറ്റാഞ്ഞേ? എന്നാ അവൻ ജീവിതത്തിൽ വിജയിക്കാം. അവന് ബാംഗ്ലൂര് ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്, പക്ഷെ കുടുംബജീവിതത്തിൽ ഒരു A+ പോലും കിട്ടിയിട്ടില്ല, ദയനീയമായി തോറ്റുപോയി. എല്ലാത്തിനും A+ കിട്ടിയാൽ വിജയിക്കുമായിരുന്നെങ്കിൽ അവൻ കുടുംബജീവിതത്തിലും വിജയിച്ചേനെ. എന്താ ഒരു കുറവുണ്ട്? എല്ലാത്തിനും A+ കിട്ടിയിട്ടുള്ളൂ, ആത്മീയ കാര്യത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു A+ പോലും കിട്ടാത്തതിൻ്റെ കുറവാണ് ഇപ്പം കാണുന്നത്. 1 മാസം ജീവിച്ചിട്ടില്ലെന്നേ നുണ പറയുമല്ല. കല്യാണം ആഘോഷമായി നടന്ന് നാട്ടുകാർക്ക് മുഴുവൻ ഇഷ്ടം പോലെ ഫുഡ് കൊടുത്തു, ആൾക്കാർ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് സൂപ്പറാന്ന് പറഞ്ഞ് പോയതാ. 1 മാസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, 2 പേരും പറയണം അവരോടൊത്ത് ജീവിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. 2 പേരും 2 വഴിക്കായി. ഇപ്പം 1 മാസം പോലും ജീവിക്കാൻ പറ്റിയില്ല, ദയനീയമായി പരാജയപ്പെട്ടു പോയി. എനിക്ക് കുറച്ച് മിടുക്കന്മാരെ അറിയാം, അവർ കമന്നു വീണാൽ കാപ്പണമെന്ന് പറഞ്ഞ മിടുക്കന്മാരാണ്. പക്ഷെ അവർക്ക് പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ട് മിടുക്കന്മാർ പല രാഷ്ട്രീയക്കാരുണ്ട്, മിടുക്കന്മാരായ കലാകാരന്മാരുണ്ട്, മിടുക്കന്മാരായ പാട്ടുകാരുണ്ട്, മിടുക്കന്മാരായ പ്രസംഗിക്കാൻ അറിയുന്നവരുണ്ട്, മിടുക്കന്മാരായ കൃഷിക്കാരുണ്ട്. പക്ഷേ എല്ലായിടത്തും ക്ലച്ച് പിടിച്ചിട്ടില്ല ഇവരൊന്നും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് തന്നെ എത്ര പേരെ അറിയാം മിടുക്കനായിരുന്നല്ലോ, എവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ പറയില്ലേ ആൾക്ക് നല്ല കഴിവുണ്ടായിരുന്നു, എവിടെ എത്തിയിട്ടില്ല. ചിലരെ ചില സ്ഥലത്ത് എത്തിക്കുന്നത് നമുക്ക് കിട്ടുന്ന A+ അല്ല,
അത് കാരണമാ. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരം അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വേണം. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രാർത്ഥനാ ജീവിതം, പ്രയർ ലൈഫ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയാ. ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പം ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ സ്നേഹം കൂടിയോ കുറഞ്ഞോ? സ്നേഹം, പ്രാർത്ഥനയെക്കുറിച്ചൊന്ന് പറയുക. സ്നേഹം കൂടിയോ? പ്രത്യേകിച്ച് എന്നോട് തെറ്റി വിഷമിക്കരുത്, നമ്മളാണ് ഏറ്റവും സ്നേഹമില്ലാത്തൊരു കൂട്ടർ. ഒത്തിരി പേരുണ്ട് നല്ലവർ, എന്നെ കുറേ പേര് കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. എന്നാലും പറയുകയാണ്, ക്രിസ്ത്യാനികളാണ് തമ്മിൽ സ്നേഹം കുറവുള്ളവർ. ആണോ അല്ലയോ? ആണോ അല്ലയോ? ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കാകെ എത്ര മക്കളെ ഉള്ളൂ? ഒന്നല്ല രണ്ട്. ആ രണ്ടുപേരും വിശ്വാസത്തിൽ നിലനിൽക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പലർക്കും ഇല്ല. വേറൊരു കൂട്ടർക്ക് 8ഉം 10ഉം മക്കളുണ്ട്. ആരാന്ന് മനസ്സിലായി കാണും. അവർ വിശ്വാസത്തിൽ നിലനിൽക്കുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് അപ്പൻ കല്യാണം വെച്ച പോലെയാണ് ഫുഡ് കൊടുത്ത് എല്ലാവർക്കും. ഭക്ഷണം ആഘോഷമായ ആദ്യ കുർബാന. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, എടാ ഇത്രയും ആഘോഷമാക്കണോടാ ഈ ചെറിയ കാര്യത്തിന്? അപ്പോൾ അപ്പം പറയണേ, ഇതുങ്ങളുടെയൊക്കെ കല്യാണം നടത്താൻ പറ്റുമെന്ന് എന്നാ ഇത്ര ഉറപ്പ്? അത് കറക്റ്റാ. പെൺമക്കളുള്ള എല്ലാവരുടെയും അമ്മമാരുടെയും അപ്പന്മാരുടെ ശ്രദ്ധയ്ക്ക് അത് ഉറപ്പില്ല. എന്നെ ദേഷ്യപ്പെടരുത്. ആദ്യ കുർബാന സ്വീകരിക്കുന്ന പെങ്കൊച്ചിനെ കുറിച്ച് അപ്പം പറയുവാണ്, ഇപ്പോഴേലും ഒരു ബിരിയാണി കഴിക്കാം, കല്യാണത്തിന് ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലെന്ന്. പലർക്കും ഉറപ്പില്ല. അത് മോഹം കണ്ടാൽ അറിയാം. ഞാൻ നോക്കിയിട്ടില്ല. ഉറപ്പില്ല. ആകെ 2 എണ്ണേ ഉള്ളൂ. ഉറപ്പില്ല. നമ്മൾ വിശ്വാസി നിൽക്കും, ഉറപ്പില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് തമ്മിൽ ഒരു സ്നേഹമില്ല, നമുക്ക് നല്ലൊരു അടിത്തറയുള്ള വളർച്ചയില്ല. എന്നാൽ എല്ലാവരും ധ്യാനവും പ്രാർത്ഥനയൊക്കെ കൂടുന്നവരാണ്. പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചോ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ കൃപയാണ് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കണം. സ്നേഹിക്കണം. ഒത്തിരി പേര് ഒരാളെന്നോട് പറയണേ, അച്ഛാ എനിക്ക് സ്നേഹിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്കത് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അത് സ്നേഹമല്ല. ആണോ അല്ലയോ? സ്നേഹം ഉള്ളിൽ സത്യമാണെങ്കിൽ അത് പ്രകടിപ്പിക്കും. അതാണ് ഈശോ കാണിച്ചു തന്നത്. ഈശോ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് 90 വയസ്സ് വരെ ജീവിച്ച് മരിച്ച ആളല്ല. സ്നേഹമുണ്ടെന്ന് പ്രകടിപ്പിച്ചു തന്ന ആളാ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയാമോ? ഞാനും നിങ്ങളും സ്നേഹം പ്രകടിപ്പിക്കേണ്ടവരോട് പ്രകടിപ്പിക്കേണ്ടവരാണ്. ഒരു വീട്ടിൽ തമ്മിൽ സ്നേഹമുണ്ടോ? ഇവിടുത്തെ കാര്യമൊന്നും അല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ ചിലർ എന്നോട് ദേഷ്യത്തോടെ ഇരിക്കുന്നു. ഇവിടുത്തെ കാര്യമല്ല. ഞാൻ 288 കിലോമീറ്റർ അപ്പുറത്തുള്ള വേറൊരു രാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ചല്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ പരസ്പരം മിണ്ടുമോ ഇല്ലയോ? ഇന്ന് ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ നല്ല മിണ്ടാട്ടം ഉണ്ടോ അവിടെ? ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ഒരു 4, 2, 8, 10 ഫോണും കാണും. 4 പേരേ ഉള്ളൂ. ഒരാൾക്ക് ഈ കീശയിൽ ഒരു ഫോണും ഇപ്പുറത്തൊരു ചെറിയ ഫോണും പിന്നെ സാധാരണ ഒരു ഫോണും. 3 എണ്ണം വെച്ച് 4, 3, 4, 12 എണ്ണം കാണും. ആരെങ്കിലും മിണ്ടുവോ? നമ്മളെല്ലാം ഫോണിൽ നോക്കുകയുള്ളൂ. നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ഇപ്പം ബന്ധങ്ങളൊക്കെ എവിടെയാണ്? ഇവിടെയുള്ളവരോട് മിണ്ടുന്നുണ്ടോ? ഇല്ല. ഇവിടെയുള്ളവർ മിണ്ടുന്നത് ഉസ്ബെക്കിസ്ഥാനുള്ള ഒരുത്തനോടാണ്. അവിടെയാണ് ജോലി. ഇവിടെയുള്ള ഒരുത്തി മിണ്ടുന്നത് ലസ്ബെക്കിസ്ഥാൻ, ആ രാജ്യം ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല, ഏതോ ഒരു രാജ്യത്തുള്ള ആൾക്കാരോടൊക്കെയാണ് മിണ്ടുന്നത്. അവരെ കണ്ടിട്ടില്ല, പക്ഷെ അവരോട് മിണ്ടുകയാണ്. രാത്രി 1, 2 മണി 3 മണി വരെ. അപ്പോഴാണ് ആ വീട്ടുകാർ പറയുന്നത്, അച്ഛാ ഇവർ വായിലൊരക്ഷരം മിണ്ടില്ല, പക്ഷേ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ ഇവിടെയുള്ള ആരോടും മിണ്ടില്ല, എവിടെയുള്ളവരോടൊക്കെ മിണ്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണോ മരിച്ചു കഴിയുമ്പോഴാണോ നല്ല വർത്താനം പറയുന്നത്? പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഒരാൾ 7 മണിക്ക് ഒരാൾ മരിച്ചു എന്ന് കരുതുക, 8 മണിക്ക് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാൽ 8:05 വീട്ടിൽ പറയുന്നൊരു വാക്കെന്നറിയോ? ഇതെങ്ങനെ പറയും? ശോടാ നല്ലൊരു മനുഷ്യനായിരുന്നു, നന്നായിട്ട് കുടുംബം നോക്കിയാൽ. ഇതെപ്പോൾ പറയേണ്ടതാ? ഇത് ചെവി കേൾക്കാൻ പറ്റുമ്പം പറയേണ്ടതായിരുന്നു. ഇത് പറയാത്തതുകൊണ്ടാണ് പുള്ളി 8 മണിക്ക് മരിച്ചു പോയത്. എൻ്റെ അവിടെ എല്ലാവരും എതിരായിപ്പോയി, പുള്ളി വിഷമം കൊണ്ട് മരിച്ചു പോയതാ. മരിച്ചു കഴിയുമ്പോൾ നേഴ്സുമാർ നമ്മുടെ ചെവിയിൽ 1/4 കിലോ പഞ്ഞി ഇവിടെയും 1/4 കിലോ പഞ്ഞി ഇവിടെ അടിച്ചു കയറ്റും.
പൂട്ടിയിട്ട് അടച്ചു പൂട്ടും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നല്ലൊരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ ഒന്നും കേട്ടിട്ടില്ല പുള്ളി. ജീവിച്ചിരിക്കുമ്പോൾ പറയേണ്ട ഒരു വാക്കാണെന്ത്? നല്ലത്. നല്ല മാല കുടുംബം നോക്കി നല്ലത് നല്ലത് പറയും. ജീവിച്ചിരിക്കുമ്പോഴാണോ മരിച്ചു കഴിയുമ്പോഴാണോ നമ്മൾ 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 എന്ത് ചെയ്യുന്നത്? പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട്. ജീവിച്ചിരിക്കുമ്പോഴാണോ മരിച്ചു കഴിഞ്ഞിട്ടാണോ നമ്മൾ പൂക്കൾ കൊടുക്കുന്നത്? പൂക്കൾ. ഇപ്പോൾ ഒരാളിവിടെ മരിച്ചെന്നിരിക്കട്ടെ, ഇവിടെയല്ല, അവിടെ ഒരു മരിച്ചു. അന്നേരം വീടിൻ്റെ മുറ്റത്തുനിന്നൊരു ഫോൺ വിളിക്കും. എങ്ങോട്ടെന്നറിയാം? ബാംഗ്ലൂർക്ക്. ഞാൻ കേട്ടതാണ്. മരിച്ച ഉടനെ മകൻ മുറ്റത്ത് ബാംഗ്ലൂർക്ക് വിളി, എടാ നാളെ ആ ഗോൾഡൻ ബസ്സിനൊരു 10,000 രൂപയുടെ പൂ കൊടുത്തു വിടാൻ പറ്റുമോടാ? എടാ ഒരു 10,000 രൂപയുടെ പൂ. എന്താടാ? അമ്മ മരിച്ചു. അമ്മ എത്ര വയസ്സുണ്ടായിരുന്നു? 93 വയസ്സുള്ള അമ്മ മരിച്ചപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഗോൾഡൻ ബസ്സിന് 10,000 രൂപയുടെ പൂ വരും. 93 ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് ഈ വേട്ടാവളിയൻ ഒരു തൊട്ടാവാടി പൂ കൊടുത്തിട്ടില്ല. സോറി, ഏത് പൂവാ കൊടുത്തിട്ടില്ലാത്തത്? നിങ്ങൾ മറ്റേ പേരെ ഓർത്തിരിക്കുന്നത്, അതല്ല. തൊട്ടാവാടി ഇവിടെ ഉണ്ടോ? അത് കൊടുത്തിട്ടില്ല. അപ്പോഴാണ് അവൻ ബാംഗ്ലൂരിൽ നിന്ന്. നമ്മൾ മരിക്കുമ്പോഴേ നഴ്സുമാർ നമ്മുടെ ഈ മൂക്കിലും 1 കിലോ പഞ്ഞി കയറ്റി സെറ്റാക്കും. പിന്നീട് ഒരു മണം അറിയത്തില്ല. അന്നേരമാണ് ബാംഗ്ലൂരിൽ നിന്ന് 10,000 രൂപയുടെ പൂ. ഇതെന്നാ ഊട്ടി ഫ്ലവർ ഷോ വരാൻ പോവാണ് ഇവിടെ. ചില വീട്ടിൽ മരിച്ചു കിടക്കുന്ന പെട്ടിയും അവരെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതും കണ്ടാൽ നമുക്ക് തോന്നും ഫ്ലവർ ഷോയാണ്. സത്യസന്ധമായിട്ട് പറയാം, ഫ്ലവർ ഷോ പോലെ സെൽഫി എടുക്കാനൊക്കെ തോന്നും. അത് അലങ്കരിക്കാൻ വാട്ടർ ലെവലിൽ കിടത്തും നമ്മളെ. വാട്ടർ ലെവലിൽ നോക്കുകയൊക്കെ ചെയ്യും. അതിന് പ്രത്യേക സെറ്റപ്പുള്ള ആൾക്കാരുണ്ട്. ഇപ്പം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ വലിയ കാര്യമായ ഒരു സ്നേഹമില്ല. കുറേ പൂവും കുറേ. ഇനി ജീവിച്ചിരിക്കുമ്പോൾ ചെരുപ്പ് മേടിച്ച് കൊടുക്കാത്തവൻ ഷൂ മേടിച്ച് കൊടുക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഷൂ. മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ദൂരയാത്രകളൊന്നും ഇല്ല. നമ്മൾ മത്സരത്തിന് ഓടുന്നില്ല. പക്ഷെ അന്നേരം വീട്ടുകാർ നല്ല ഷൂ മേടിച്ചു. ഒരു വീട്ടിലൊരച്ഛൻ മരിച്ച വീട്ടിൽ ചെന്ന് ഒപ്പീസിയല്ലി പ്രാർത്ഥിച്ച് ഇങ്ങനെ അന്നാമ്പള്ളം തളിച്ചു പോയപ്പോൾ കണ്ടു, അമ്മച്ചിയാണ് മരിച്ചത്. അമ്മച്ചിയുടെ കാലിവിടെയും ഷൂ ഇവിടെ. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പം അച്ഛൻ ചെവി പറഞ്ഞിടാ, ഷൂവേ പെട്ടിയുടെ സൈഡിലാണ് വച്ചിരിക്കുന്നത്, അമ്മച്ചിയുടെ കാലയിൽ കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയാണ്, ഷൂ വന്നപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ കാല് മരച്ചു പോയി, ഇനി അനങ്ങത്തില്ല. അതുകൊണ്ട് ഇനി കാല് കയറണമെങ്കിൽ ഷൂ മുറിക്കണം വെച്ചോന്ന്. അതുകൊണ്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഷൂ പെട്ടിയുടെ മുമ്പിൽ ഇങ്ങനെയും വച്ചിരിക്കുവാണ്. കാലിവിടെ ഷൂ ഇടാണ്ട്. ബാംഗ്ലൂരിൽ നിന്നുണ്ട് പൂ ഇടയ്ക്കിട്ട് ഈ അതിനകത്ത് വെച്ചിരിക്കുന്ന പോലെ വെച്ചിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് ഷൂ. ഇനി മരിച്ചു കഴിഞ്ഞ് 41 നമ്മൾ പോയി നോക്കിയാൽ വീട്ടിൽ ഒരു കല്യാണത്തിന് സദ്യ ആയിരിക്കും. നമ്മളോട് ചോദിക്കും, ചിക്കൻ എടുക്കട്ടെ, കാട വറുത്തെടുക്കട്ടെ. നമുക്ക് തന്നെ തോന്നും കല്യാണമാണോ 41 സംശയം തോന്നും. നമുക്ക് സ്നേഹം കുറഞ്ഞു പോയി എന്നാ. മരിച്ച വീട്ടിൽ തന്നെ പോയി നോക്കിക്കേ, ഒരു കല്യാണ വീടിൻ്റെ അന്തരീക്ഷം ആർക്കും ഒരു ദുഃഖം കാണില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചില മരിച്ച വീട്ടിൽ ചെന്നാലേ നമ്മൾ ഓർക്കും ഇവരെയൊക്കെ എന്താ സിനിമയിൽ എടുക്കാത്തതെന്ന്. മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒക്കെ അത്രയും അഭിനയിക്കാൻ കഴിവുള്ള ഒത്തിരി പേര് ഈ മരിച്ച വീട്ടിലുണ്ട്. എപ്പോഴാണെന്നറിയോ? നിങ്ങളൊന്ന് കാണാൻ വേണ്ടി പോകണം. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ പോകുമ്പോൾ, ഞാൻ നമ്മുടെ പള്ളിയിലെ അവിടുത്തെ അടക്കിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അടക്കിന് വെച്ച് കഴിഞ്ഞാലേ പ്രാർത്ഥന കഴിയുമ്പോഴേ ഒരു വെള്ളം ഇട്ടൊരു ചേട്ടൻ അവിടെ പ്രത്യക്ഷപ്പെടും മരിച്ച വീട്ടിൽ. എന്നിട്ട് അവിടെ നിന്നൊരു വിളിയുണ്ട്. വിളിക്കും. എന്നാ വിളിക്കുന്നറിയോ? ഫോട്ടോ എടുക്കുക ചടങ്ങുണ്ട്. അതിൻ്റെ പേരെന്താ? ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ എടാ തങ്കച്ച അവളെ വിളിച്ച് എന്നത്തിനാ? ഇവിടെ നിർത്തി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാ. അപ്പം നമ്മൾ നോക്കുക, ആരുടെ തങ്കച്ചൻ? ഇവിടെയുള്ള തങ്കച്ചനല്ല, മേരിയൊക്കെ വരുവേ. അപ്പം ഇവരൊക്കെ വരുമ്പോൾ നല്ല ഐശ്വര്യമുള്ള മുഖത്തോടെയാണ് വരുന്നത്. ഈ പെട്ടിയുടെ അടുത്ത് എത്തുമ്പോൾ ഉണ്ടല്ലോ, ഇവർ ചളുക്കി ഇത് ഒപ്പീസിൻ്റെ പോലെ ആക്കും, മരിച്ച പോലെ ആക്കും. അപ്പം നമുക്ക് മനസ്സിൽ തോന്നും ഇവരെയൊക്കെ എന്താവോ സിനിമയിലെടുക്കുക. എന്തോ ഒരു അഭിനയമാണിത്. കറക്റ്റായിട്ട് അവർ അഭിനയിക്കുന്നു. ഭയങ്കര സന്തോഷത്തോടെ വന്നിട്ട് പെട്ടെന്ന് മുഖം കോട്ടുക, ഭയങ്കര അഭിനയം. എന്തോ ഭാഗ്യമില്ലാത്തതുകൊണ്ട് സിനിമയിൽ എടുക്കാതെ പോയതാണ്, അല്ലെ എടുക്കേണ്ടതാണ്. നല്ല അഭിനയം. മരിച്ചു വീട്ടിൽ ചെന്നാൽ അഭിനയിക്കുന്നവരെ കാണാം, സ്നേഹമില്ലാത്തവരെ കാണാം. സ്നേഹമില്ലാത്തവർ ഇനി ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാത്തതും മരിച്ചു കഴിയുമ്പോൾ ക്യൂ നിന്ന് കൊടുക്കും. എന്താ അത്? അതിവിടെ അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. ഉമ്മ കൊടുക്കുന്നുണ്ട് പലർക്കും, അത് പല സ്ഥലത്തേക്കാണ് പോണത്. കൊടുക്കേണ്ടതാർക്കാണ് ആ വാക്ക് ഉപദേശിക്കുന്നത്? കൊടുക്കേണ്ടവർക്ക്
കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ കൊടുക്കുന്ന എങ്ങനെയെന്നറിയോ? കൊടുക്കേണ്ടാത്തവർക്ക്, കൊടുക്കേണ്ടാത്ത ആളുകൾക്ക് എപ്പോഴൊക്കെയോ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കും. ഞങ്ങളുടെ അവിടുത്തെ അടക്കിന് പ്രത്യേകതയുണ്ട്. മരിച്ചു കഴിഞ്ഞ് ഈ പെട്ടി എടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ട് കുഴിയുടെ അടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് ഇടുമ്പോഴേ ഒരു ചെങ്ങായി, ചെങ്ങായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, അത് നമ്മുടെ നാട്ടിലെ ഒരു ഭാഷയാണ്, ചെങ്ങായി എന്ന് വിളിക്കും. ഇവിടെ ഉണ്ടോ അങ്ങനത്തെ വാക്ക്? ഇവിടെ ഇല്ല, അവിടെ ഉണ്ട്. അപ്പോൾ ഒരാളെ ഈ തട്ടുകടയിൽ പൊറോട്ട അടിക്കുന്ന പോലെ തുണിയായിട്ട് നിൽക്കും ഒരു ചേട്ടൻ. ആര്? അപ്പോൾ ആൾക്കാരിങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ ചുംബിച്ച് പോകുമ്പോഴേ കുറച്ച് കഴിയുമ്പോൾ ഒരാളെ ഈ മരിച്ചു കിടക്കുന്ന ആളുടെ മുഖത്തേക്ക് ഓരോ തുണിയിടും. അപ്പം ശരിക്കും നമുക്ക് ഈ തുണിയിടുന്ന ആളെ കണ്ടാൽ ഇങ്ങനെ തന്നെയാണ്, പൊറോട്ട അടിക്കുന്ന പോലെ തോന്നും. ശരിക്കും പൊറോട്ട അടിക്കും മരിച്ച്. അപ്പം ഈ ആൾക്കാരൊക്കെ ഈ തുണിയെ മുത്തും. ചില ആളുകൾ ഈ തുണി മാറ്റിയിട്ട് മുത്തും. അങ്ങനെയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ക്യൂവിൽ നിന്ന് കൊടുക്കും, ഇഷ്ടംപോലെ വാരിക്കോരി കൊടുക്കുന്ന നമ്മുടെ സ്നേഹം ഇതാ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുവോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നോടും നിങ്ങളോടും പറഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കണമെന്നാ. ആണോ അല്ലയോ? അതെ. ഉദാഹരണം പറയട്ടെ. ചേട്ടൻ ഗൾഫിൽ പോയി. ചേട്ടൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അനിയൻ്റെ ഭാര്യയോട് പറഞ്ഞു, അനിയൻ്റെ ഭാര്യ അനിയനോട് പറഞ്ഞു, ചേട്ടനോട് ചോദിക്കും, എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾക്കും ദുബായിൽ എവിടെയെങ്കിലും കിട്ടും, പോ. അങ്ങനെ ഭാര്യയുടെ നിർബന്ധപ്രകാരം അനിയൻ ചേട്ടനോട് ചോദിക്കും, തലയെ ചൊറിഞ്ഞുകൊണ്ട്, എടാ എനിക്കും എന്തെങ്കിലും ഒരു പണി. അവൻ അന്നേരം പറയുന്ന ഡയലോഗ് ഇങ്ങനെയായിരിക്കും, ക്രിസ്ത്യാനിയാണെങ്കിൽ എന്നാ പറയുന്നറിയോ? എടാ അവിടെ ഭയങ്കര ചൂടാ, 4 മാസമായിട്ട് സാലറി കിട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുവാന്ന് ഓർത്തിരിക്കുക. ഇതേ പറയുള്ളൂ. ചില ആൾക്കാർ പോയാൽ അവരുടെ കുടുംബക്കാരെ മുഴുവൻ എങ്ങനെയും അവിടെ എത്തിച്ച് രക്ഷപ്പെടുത്താൻ നോക്കും. നമ്മളൊരാൾ രക്ഷപ്പെട്ടു പോയാൽ നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം ഈ ഗ്ലാസിൻ്റെ അത്രയേ ഉള്ളൂ. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും, ഇത്രയേ ഉള്ളൂ നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബക്കാരെ കൂടി രക്ഷപ്പെടുത്തണം കേട്ടോ. അതിനുവേണ്ടി ഈ ധ്യാനം കൂടുന്നത്. ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ, എനിക്കിവിടെ 10 രൂപ കിട്ടിയെങ്കിൽ 10 രൂപ കിട്ടാനുള്ള വഴി 10 പേർക്കും കൂടെ തുറന്നു കൊടുക്കണം. അല്ലാതെ ഹല്ലേലൂയ പറഞ്ഞ് തൊണ്ണ പൊട്ടിച്ച് ഭയങ്കര അഭിഷേകമായിരുന്നു എന്ന് പറഞ്ഞ് അഭിപ്രായം പറഞ്ഞു പോകുന്നതിൽ ഒരഭിഷേകവും ഇല്ല. പക്ഷെ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന, എന്നെ ദൈവം അനുഗ്രഹിച്ചാൽ ആ അവസ്ഥയിലേക്ക് പലരെയും ഉയർത്തിയാൽ, അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ സമൂഹത്തെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളെ ദൈവം ഉയർത്തുന്ന ആളെ, മക്കളെ ഇസ്രായേലിൽ, വേറൊരു മകനെ കാനഡയിൽ ഒക്കെ കിട്ടും. അപ്പോൾ എൻ്റെ മകനെ രക്ഷപ്പെടുത്തി വീട് വെച്ചു, എനിക്കിഷ്ടം പോലെ പൈസയായി, ഇനി എന്നാ ചെയ്യണമെന്ന് അറിയാം. അങ്ങനെ ചിന്തിക്കരുത്. രക്ഷപ്പെടാത്ത എൻ്റെ കുടുംബക്കാർ കുറേ പേര് അവിടെ ഇവിടെയും കിടപ്പുണ്ട്. അവരെയും കൂടി എങ്ങനെയെങ്കിലും പിടിച്ച് എവിടെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് കയറ്റി വിടുമ്പോൾ പേടിക്കരുത്, എൻ്റെ അനുഗ്രഹം കുറഞ്ഞു പോകുമെന്ന്. ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതോടൊപ്പം എനിക്കുള്ള അനുഗ്രഹം വർദ്ധിച്ചേ വരുള്ളൂ. ദൈവവചനത്തിൻ്റെ കണക്കെന്നറിയോ? കൊടുക്കുവിൻ തീർന്നു പോകുന്നല്ല, പിന്നെയോ കൊടുക്കുവിൻ നിറച്ചളർന്ന് മടിയിലിട്ട് ഇഷ്ടം പോലെ തരുന്ന. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്, പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി സ്നേഹത്തെ, പ്രാർത്ഥന ഇല്ലാത്തത് സ്നേഹം കുറച്ചു. സ്നേഹം വല്ലാണ്ട് കുറഞ്ഞു പോയി നമ്മുടെ സമൂഹത്തിൽ. നല്ലൊരു തെളിവ് പറയാം. മക്കൾക്ക് പോലും മാതാപിതാക്കളോട് സ്നേഹം കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. എത്ര അപ്പന്മാരാ പറയുന്നറിയോ? മക്കൾക്ക് പോലും ഒരു സ്നേഹമില്ല. മക്കൾക്ക് പോലും ഒരു സ്നേഹമില്ല. ഇച്ചിരി ബുദ്ധിയും ഇച്ചിരി സൗന്ദര്യവും ഇച്ചിരി കാറും ഒരു ചൊക്കട വീടും വന്നപ്പം പ്രാർത്ഥന കുറഞ്ഞു പോയി. അത് നമ്മുടെ കുടുംബത്തിൽ സ്നേഹത്തെ വല്ലാതെ കുറച്ചു. സ്നേഹം കുറഞ്ഞു. ഉദാഹരണം പറയാം. 10-30 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ആ വീടിരിക്കുന്ന ഒരു വീട്, പഴയ പണക്കാര്, തൊട്ടടുത്ത വീട്ടിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ, എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണക്കാരൻ. അപ്പോൾ ഈ പണക്കാരനായ ഈ മനുഷ്യൻ എന്നും ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ കളിയാക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും, ഡാ നീ പ്രാർത്ഥിച്ചിട്ട് നിന്റെ മക്കളെ കെട്ടിച്ചു വിട്ട് നല്ല നിലയിലാക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന്. ആര്? പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ കളിയാക്കി. ഇയാൾക്കുണ്ട് 3 മക്കൾ, ഇയാൾക്കുണ്ട് 3 മക്കൾ. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ 3 മക്കളെയും നല്ല നിലയിൽ കെട്ടിച്ചു വിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. പ്രാർത്ഥിക്കാത്ത മനുഷ്യന് വീടുണ്ട്, കാറുണ്ട്, മക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം വീട്ടിൽ കടന്ന് ചേട്ടൻ്റെ ഭാര്യയും അനിയൻ്റെ ഭാര്യയും തമ്മിൽ ഭയങ്കര അടി. അടി എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ തമ്മിലുള്ള അടിയല്ല,
പെണ്ണുങ്ങൾ തമ്മിലുള്ള വഴക്കാണ്. ഇതാണെങ്കിൽ വിദ്യാഭ്യാസം ഇനി പഠിക്കാനില്ലാത്തതുകൊണ്ട് പഠിത്തം നിർത്തിയ പെണ്ണുങ്ങളാണ്. പഠിച്ചു ലാസ്റ്റ് എത്തിയവരാണ്. അത്രയും പഠിപ്പുള്ളവർ വീട്ടിൽ കിടന്ന് കടിപിടി കൂടിയിട്ട് അയൽവാസികൾ പറയാണ്, ദേ ആ വീട്ടിലെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങൾ തമ്മിലേ മുറ്റത്ത് കിടന്ന് ഇന്നലെ കടിപിടി ആയിരുന്നു എന്ന്. ആരാ കടിപിടി കൂടുന്നേ? പട്ടികളാണ്. സ്കൂളിൽ പോകാത്ത പട്ടികൾ പോലും ഇന്ന് കടിപിടി കൂടുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ടൗണിൽ പോയി നോക്കിയോ, പട്ടികളൊക്കെ തമ്മിൽ ഭയങ്കര ഐക്യത്തിലായി കഴിഞ്ഞു. ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ ബുദ്ധിയുള്ളവർ ഐക്യമില്ല. ഒരു സ്ഥലത്ത് പോയി ഒരു പട്ടി കടിക്കാൻ വന്നപ്പോഴേ ഒരു ചെറിയ കല്ലെടുത്ത് പോ പട്ടി എന്ന് പറഞ്ഞ് ഒറ്റ ഏറെറിഞ്ഞു. ആ പട്ടി ഭേന്നൊരു ഒച്ചയും വെച്ചു. അപ്പോൾ കൊണ്ട് കാലില്ലാത്തതും കൈയില്ലാത്തതും ചെവിയില്ലാത്തതും അവനെ കൊണ്ട് ആ പല വഴിക്ക് നമ്മൾ ഓടിപ്പോണ്ട് വന്നു. ഒരുത്തനെ തൊട്ടപ്പോഴേ ഒന്നും അൽസേഷൻ പട്ടികൾ, വെറും കില്ലപ്പട്ടികളാണ്. ഒരെണ്ണത്തിന് കൈയില്ല. ആരോ വാല് തല്ലി ഓടിച്ചാൽ താന്നാ കിടക്കുന്നത്. എന്നാലും ഉണ്ടല്ലോ തത്തി ഇവൻ എന്നാ ഒച്ച വച്ചെന്ന് അറിയാൻ വേണ്ടി ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുക. പണ്ട് കുറെ പട്ടികളുണ്ടായിരുന്നു. ആ ഒരെണ്ണം എറിഞ്ഞാൽ ബാക്കി എല്ലാം കൂടെ വന്ന് അതിനെ കടിച്ചേനെ. ഇപ്പോൾ ഈ മൃഗങ്ങൾക്ക് വരെ ഉണ്ടല്ലോ ഭയങ്കര കൂട്ടായ്മയാ. ബുദ്ധിയും വിവരമുള്ളവർ നമ്മൾ തമ്മിൽ ദേ കടിപിടി കൂടുകയാണ്. അങ്ങനെ ചേട്ടൻ്റെ ഭാര്യ അനിയൻ്റെ ഭാര്യയെ കടിച്ചു പറിച്ചു. ആരും എന്ന് വെക്കരുത്. ആഫ്രിക്കയിലല്ല, ആഫ്രിക്കയിലായിരുന്നു. ഞാനും നിങ്ങളുടെ കൂടെ ഒരു 5 മിനിറ്റ് സമയം മാറ്റി വെച്ചേനെ എന്ന് വെക്കാൻ. ഇത് മലയാളികളാണ്. കടിച്ചു പറിച്ചിട്ട് ആശുപത്രിയിൽ പോയി. കൈയുടെ ഈ ഭാഗമാണ് കടിച്ചു പറിച്ചത്. അങ്ങനെ ഇത് വീട്ടുകാരെല്ലാം ഇടപെട്ടിട്ട് പെട്ടെന്ന് വീട് വെച്ച് മാറി താമസിക്കടാ അവനെന്ന് പറഞ്ഞു. അവനെ മാറ്റി താമസിപ്പിക്കടാ, വീട്ടിൽ തമ്മിൽ നാണക്കേടാന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നൊരു വീടൊക്കെ തട്ടിക്കൂട്ടി മാറാനുള്ള തീരുമാനമൊക്കെ എടുത്തിരിക്കുമ്പോഴേ പറഞ്ഞു തീർത്ത പ്രശ്നം. സ്ത്രീകൾക്കൊരു പ്രശ്നമാണ്, ഒരിക്കലും മറക്കത്തില്ല. മറക്കുവോ? ആ മറക്കില്ല. ആണുങ്ങളാണ് എന്തെങ്കിലും മറക്കും, പോട്ടെന്ന് നോക്കും. ഈ കൈയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ചേട്ടനും ചേട്ടൻ്റെ ഭാര്യ, അവർക്ക് ഒരു കൊച്ചുണ്ട്. ഒരു കൊച്ച് ഈ കടി കൊണ്ട ചേച്ചി ചേട്ടൻ്റെ ഭാര്യേനെ അല്ല കടിച്ചു പറിച്ചത്, അവരുടെ 1 or 2 വയസ്സുള്ള കൊച്ചിൻ്റെ ചെവി കടിച്ച് തുളച്ച് കളഞ്ഞു. വാശി തീർത്താണ്. അപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത്, അച്ഛാ സ്ത്രീകളെ ഒന്നും മറക്കില്ല അച്ഛാ, എല്ലാം മനസ്സിൽ വെക്കുന്നു. ശരിയാണോ തെറ്റാണോ? ആ ശരിയാണ്, ഇവർ തന്നെയാണ് പറഞ്ഞത്. അതൊരു ചേട്ടനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 35 വർഷമായി. അപ്പോൾ ഒരു 35 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അന്ന് ഫോണും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എന്തോ ഒരു കാര്യത്തിന് ഭാര്യയായി ഒരു പ്രശ്നമായി. ഭാര്യ ഉടനെ ആങ്ങളമാരോട് ചെന്ന് പറഞ്ഞിട്ട് ആങ്ങളമാരെല്ലാം കൂടെ വന്ന് ഇയാളെ ഇടിച്ചിട്ട് ഈ കാലേ ക്ഷമ വെക്കണമെന്ന് പറഞ്ഞു. പെങ്ങളുടെ കാലത്തോട്ട് ക്ഷമ വെക്കണം. ആങ്ങളമാർ ഇടിച്ച് ശരിയാക്കി. അപ്പോൾ ഇയാൾ പറഞ്ഞാണ്, എൻ്റെ ഭാഗത്തൊരു തെറ്റ് പറ്റിപ്പോയി. ഇപ്പം എത്ര വർഷം കഴിഞ്ഞു? 30-35 വർഷമായി. അവരുടെ മക്കളെ കല്യാണം കഴിച്ചു വിട്ടു. എന്നാലും ഇന്നും ഒരു കുഞ്ഞു പ്രശ്നം വരുമ്പോൾ ഈ ചേട്ടൻ്റെ ഭാര്യ അടുക്കളയിലെ കത്തി എടുത്തോണ്ട് ഇങ്ങനെ ബഹളം വെച്ച് വരും. അല്ലേലും നിങ്ങൾ 38 വർഷം മുമ്പെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഭർത്താവ് ചോദിക്കും, എടി നീ അത് മറന്നില്ലേന്ന്. അപ്പോൾ ഭാര്യ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചിട്ട് പറയും, ഞാൻ അങ്ങനെ മറക്കൂന്ന് വിചാരിക്കേണ്ട മനുഷ്യ. ആക്ഷൻ ആ ചേച്ചി, എൻ്റെ ആക്ഷൻ അല്ല കേട്ടോ, ആ ചേച്ചിയുടെ ആക്ഷൻ ശ്രദ്ധിച്ചോ. ഞാൻ അങ്ങനെയൊന്നും മറക്കൂന്ന് വിചാരിക്കേണ്ട മനുഷ്യ. ഒന്നും മറക്കില്ല. ആര്? ഒന്നും മറക്കത്തില്ല. ഒന്ന് പുറമേ ചിരിച്ചൊക്കെ ആണുങ്ങൾ തമ്മിൽ വലിയ ഗുണ്ടകളാണെങ്കിൽ പോലും പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രശ്നം തീരും. അത് പറയാൻ വേണ്ടി വന്നാൽ അത് പോട്ടെ. എന്താ പറഞ്ഞു വന്നത് മറന്നുപോയി. ആ കുടുംബത്തിൽ പ്രാർത്ഥനയില്ലാത്തതുകൊണ്ട് ഇപ്പോഴാണ് അപ്പച്ചൻ പറയുന്നത്, എടാ പ്രാർത്ഥന ഇല്ലാത്തതിൻ്റെ കുറവ് എൻ്റെ കുടുംബത്തിൽ തമ്മിത്തല്ലും വഴക്കും ഉണ്ടായപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. ഇന്ന് ആ കുടുംബത്തിൽ പ്രാർത്ഥന കയറി ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചോ, പ്രാർത്ഥനയുള്ള കുടുംബം തമ്മിത്തല്ലി ചെതറിപ്പോകില്ല. പ്രാർത്ഥനയുള്ള കുടുംബം ഒരു കുടുംബത്തിൽ ഒരു കൊടക്കീഴിൽ എന്ന പോലെ ദൈവം നിർത്തും. നിങ്ങളോട് പറഞ്ഞ വചനം ഇന്ന് വായിച്ച്, മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ബർത്തേമിയൂസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വചനം നിങ്ങൾ കിട്ടിയോ? വചനം കിട്ടിയോ? എവിടെ പോയി അത്? കിട്ടി. 10-ാം അധ്യായം 46-ാമത്തെ വാക്യമാണ്. ഒന്നാമത്തെ വചനം ഒന്ന് വായിച്ചേ. അവർ ജെറീക്കോയിലെത്തി. എവിടെത്തി? ജെറീക്കോയിലെത്തി. ജെറീക്കോയിലെത്തി. അടുത്തത് ശ്രദ്ധിച്ച് വായിച്ചാൽ പിടികിട്ടും. അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടി ജെറീക്കോ വിട്ടുപോകുമ്പോൾ. അത് ആ 2 വാക്ക് ശ്രദ്ധിച്ചേ. ഒറ്റയ്ക്ക് പോയതല്ല. എങ്ങനെയാ പോയത്?
വലിയ ജനാവലി. ഇപ്പോൾ ഈ പള്ളിയുടെ മുറ്റത്തും പുറത്തുമൊക്കെ ഇരിക്കുന്ന സമൂഹത്തെ നോക്കിയിട്ട് ചിലപ്പോൾ പറയും ഒരു ജനാവലി എന്ന്. അപ്പോൾ ഏകദേശം നമുക്കൊന്ന് മനസ്സിൽ കാണാം, ഇത്രയും ആൾക്കൂട്ടത്തോടൊപ്പം ഈശോ ജെറീക്കോയിൽ നിന്ന് പോവുകയാണ്. ശിഷ്യന്മാരുണ്ട്, ആൾക്കൂട്ടമുണ്ട്. അപ്പോഴാണ് ഈശോ ശ്രദ്ധിച്ചത്, എഴുതിയിരിക്കുകയാണ്, തിമയോസിൻ്റെ പുത്രൻ ബർത്തേമിയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇതാരാ ശ്രദ്ധിച്ചത്? ആള് നിൽക്കുവാണോ ഇരിക്കുവാണോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഒരു നിമിഷം ശ്രദ്ധിച്ചേ. ഇത്രയും പേര് നിൽക്കുമ്പം, ഇത്രയും പേര് എൻ്റെ ഒപ്പം നിൽക്കുമ്പം വഴിയരികിൽ ഇരിക്കുന്നവനെ ശ്രദ്ധിക്കണമെങ്കിൽ എന്തേലും ഒരു പ്രത്യേകത വേണം. അപ്പോൾ ഈശോ ആരെയാ ശ്രദ്ധിച്ചത്? ഞാൻ ആരെയാണ് ശ്രദ്ധിക്കുന്നത് പറയാം. ഞാൻ ഇതിനകത്ത് നല്ല തൊലിവെളുപ്പുള്ള എത്ര പേരെണ്ണം ശ്രദ്ധിക്കും? കുറേ നേരം നോക്കി നിന്നിട്ട് പൈസക്കാരായിരിക്കും അല്ലേന്നൊക്കെ നോക്കും. ഏറ്റവും വലിയ കാറിനാരാ വന്നേ നോക്കും. ഈശോ നോക്കിയത് കാറിനാരാ വന്നേ, സ്വോത്രക്കാഴ്ച ആരാ കൂടുതലിട്ടത്, ആരാ കൽക്കുരിശ് അവിടെ പണിതത്. ഈശോ അതല്ല ശ്രദ്ധിച്ചത്. എന്നെ ശ്രദ്ധിച്ചത് വഴിയരികിൽ ഇരിക്കുന്നവനെ ശ്രദ്ധിച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവമാണ് മനസ്സ് വിഷമിച്ചിരിക്കുന്നവരെ ദൈവം ശ്രദ്ധിക്കും. പറഞ്ഞ് ഹല്ലേലൂയ. പലർക്കും നമ്മുടെ ദൈവത്തെ അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ ഈ സമൂഹത്തിനകത്തിരിക്കുന്ന ചിലപ്പോൾ വേദന കൊണ്ട് കൂരിയിരിക്കുന്നവരൊക്കെ ഉണ്ട്, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും. ഈശോ നിങ്ങളെപ്പോലും ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത വചനം വായിക്കാം. നസ്രായനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ പൊസിഷൻ നിങ്ങൾ കാണുമ്പം ഇത് നിങ്ങൾ ഭാവനയിലൊന്ന് കാണണം. ഒരുപാട് ആൾക്കാരുടെ ഒപ്പം ഈശോ പോകുമ്പം അതിനകത്ത് സൈഡിലിരുന്ന ഒരുത്തൻ മാത്രം വിളിച്ചു പറഞ്ഞു യേശുവേ എന്ന്. ഒറ്റ ഒരുത്തൻ മാത്രം. ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കുന്ന ഒരാളെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാതെ ദൈവം കടന്നു പോകില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ട്, 4 പേരും പ്രാർത്ഥിക്കുന്നവരല്ല, ഒരാൾ നല്ല പ്രാർത്ഥിക്കുന്നവരാ. നിങ്ങളുടെ വീട്ടിൽ ഒരാളെങ്കിലും പ്രാർത്ഥനയോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാതെ കവച്ചു വച്ച് ദൈവം അനുഗ്രഹിക്കാതെ കടന്നു പോകില്ലെന്ന്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എന്ത് ഭയങ്കര സ്വാധീനം ചെലുത്തേണ്ട കുറച്ച് കാര്യമുണ്ട്. ഇത്രയും പേരുണ്ടായിട്ട് ശ്രദ്ധിച്ചതാരെയാ? പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനെ. ഈശോ ശ്രദ്ധിച്ചത് പ്രാർത്ഥനയുള്ള അവൻ്റെ ഹൃദയത്തെയാ. അവൻ 24 മണിക്കൂറും പ്രാർത്ഥിച്ചിട്ടില്ല. ഈശോയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു വിളി വിളിച്ചതേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, മനസ്സിൽ നിന്നാണ് ദൈവത്തെ വിളിക്കുന്നെങ്കിൽ, ഈശോ നമ്മൾ എവിടെ ഇരുന്നാ വിളിക്കുന്നെങ്കിലും ഈശോ അത് ശ്രദ്ധിച്ചിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് ആ ഉറപ്പുണ്ട് കേട്ടോ. 10ാം ക്ലാസ് വരെ ബൈബിൾ പോലും ഇല്ലാത്ത എൻ്റെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്നേക്കാൾ നല്ല കുടുംബത്തിൽ നിന്ന് വന്ന ഒരുപാട് എൻ്റെ കുടുംബത്തേക്കാൾ നല്ല അവസ്ഥയിലുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. നല്ല ഭക്ഷണം കഴിച്ചവരും നല്ല കട്ടിലേ കിടന്ന് ഉറങ്ങുന്നവരും നല്ല കാറിൽ യാത്ര ചെയ്യുന്നവരായിരിക്കുന്നവർ. എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചെങ്കിൽ ദൈവം നിങ്ങളുടെയും പ്രാർത്ഥന എൻ്റെ ശ്രദ്ധിച്ചതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കും. കാരണം ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. എൻ്റെ വീടിരിക്കുന്ന സ്ഥലം നിങ്ങളായിട്ട് ആരോടും പറയുകയില്ലെങ്കിൽ പറയാം. നിങ്ങൾ പറയരുത്, ആ സ്ഥലപ്പേര് അത്ര പറയാൻ കൊള്ളുന്ന സ്ഥലപ്പേരല്ല. നിങ്ങളായോണ്ട് പറയാം, ചെകുത്താങ്കുഴി എന്നാണ്. നിങ്ങൾ ആരോടും പറഞ്ഞ് പബ്ലിസിറ്റി കൊടുക്കാതിരുന്നാൽ മതി. ഈ സ്ഥലത്തിന് ചെകുത്താങ്കുഴി എന്നുള്ള പേര് വരാൻ കാരണം അവിടെ 4 വീട്ടുകാരേ ഉള്ളൂ. അന്നും ഇന്നും ഒരു വീട്ടിൽ താമസവും ഇല്ല. അഭിവന്ദ്യ തിരുമേനി കുറച്ച് വർഷം മുമ്പ് ധ്യാനിപ്പിക്കാൻ പോയ സ്ഥലം കുടിയാമ്പല. അവിടെ താമസിപ്പിക്കുന്ന ഒരു ചേട്ടൻ്റെ വീടാണ് ഒരു വീട്. 3 വീട്ടിലെ ആൾതാമസമേ ഉള്ളൂ. 4 വീടേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു 60-70 ഏക്കർ സ്ഥലമാണ്. വീടില്ല. അപ്പോൾ ഈ വീട്ടിലേക്ക് വഴി പോലും ഇല്ല. ഒരു ബൈക്ക് പോലും ഇറങ്ങുന്ന വഴിയില്ല. ഒരു കുത്തനെയുള്ള ഇറക്കവും ഒരു കയറ്റവും, പിന്നത്തെ കുഴിയിലാണ് വീട്. അപ്പോൾ ഈ കുഴിയിൽ ഞാൻ 5ാം ക്ലാസ് തൊട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി. വേറെ സ്ഥലത്തുനിന്ന് വിറ്റു വന്നതാണ് ഞങ്ങളവിടെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് ചെകുത്താങ്കുഴി എന്നാണ്. കാരണം അത് വാറ്റും കുടിയുടെ ഒരു കേന്ദ്രം. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഈ ചാരായം വാറ്റുന്നത്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾ കണ്ടതും. എവിടെ ചെന്നാലും ഇത് കാണാൻ പറ്റും. അവിടെ പോലീസോ എക്സൈസോ ഒന്നും വരാത്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടുപിടിച്ച ഒരു കൂട്ടരാണ്
ഏക്കമുട്ടിയ കുടിയന്മാർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ളവരെ? ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അവർ കുടിച്ച് ഏക്കം മുട്ടിപ്പോയി എന്ന് പറയും. എന്താ ഏക്കം മുട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അറിയാമോ? കുടിച്ച് ആന്തരിക അവയവങ്ങൾ മുഴുവൻ കത്തി തീർന്നു, പുറമേ മാത്രമേ ഉള്ളൂ. അവർ ചുമയ്ക്കുമ്പം പോലും പിടികിട്ടും. ആ ചുമയിൽ നിന്നാണ് ഏക്കം മുട്ടിയ കുടിയനാണോ എന്ന് അറിയാൻ പറ്റുന്നത്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, എന്നാലും ഞാനത് ഒന്ന് പഠിച്ചിട്ടുണ്ട്, കുറച്ച് കാണിച്ചു തരാം. ഏക്കം മുട്ടിയ കുടിയന്മാർ ചുമയ്ക്കുന്നത് ഇങ്ങനെയാണ്. ചുമയ്ക്കുമ്പോൾ തന്നെ അവർ ഇങ്ങനെയായി പോകും. അവർ ചുമയ്ക്കുന്ന ഏകദേശം ഇങ്ങനെയാണ്, അങ്ങ് കൂനിപ്പോവും. അവർ പലരും മരിച്ചുപോയി. അപ്പോൾ ഇത് വാറ്റുംകുടിയുടെയും കേന്ദ്രമായോണ്ട് നാട്ടുകാരിട്ട പേരാണ് ചെകുത്താൻകുടി. ചെകുത്താൻകുടിയിൽ നിന്ന് സെമിനാരിയിൽ പോവാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, എടാ ഈ കെട്ട സ്ഥലത്തുനിന്ന് സെമിനാരിയിലൊക്കെ എടുക്കുമോന്ന്. അപ്പോൾ അവനിട്ട പേരെന്നാ? കെട്ട സ്ഥലം. അപ്പോൾ 2 സ്ഥലപ്പേരാണ് അതിനുള്ളത്. ഒന്ന് ചെകുത്താൻകുഴി, ഒന്ന് എൻ്റെ കൂട്ടുകാരനിട്ട സ്ഥലം കെട്ട സ്ഥലം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലും ദൈവം കേട്ടിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കേൾക്കാൻ പാടില്ലാത്ത, ഞാൻ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കാത്ത ആളായിരുന്നു. പക്ഷെ ഒരു സങ്കടം വന്നപ്പോൾ പ്രാർത്ഥിച്ചു പോയി. അപ്പോൾ ദൈവം അത് അക്ഷരാർത്ഥത്തിൽ കേട്ടോണ്ടാണ് ഇന്നും ദൈവവചനം പറയുന്ന ഒരാളായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കതുകൊണ്ട് അറിയാം, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് 100 കോടി ശതമാനം സത്യമാണ്. ദൈവം നോക്കുന്നത് വസ്ത്രം എങ്ങനെയുണ്ട്, തൊലിവെളുപ്പ് എങ്ങനെയുണ്ട്, ആൾ ഏത് വീട്ടിൽ നിന്നാണ് വരുന്നത്, അവൻ്റെ വീട്ടുപേരെന്നതാ, അവൻ്റെ ഭാര്യ ഏത് പാർട്ടിക്കാരനാ, അവൻ ഏതാ വസ്ത്രം ഇട്ടിരിക്കുന്നത്, അവൻ്റെ ചിറ്റപ്പൻ കാനഡയിലുണ്ടോ, ദൈവം നോക്കിയല്ല. നമ്മൾ നോക്കും കാനഡയിൽ ആരാ, UK അവിടെ എത്ര പേര് പോയി, അയർലൻഡിൽ ആരൊക്കെ പോയിട്ടുണ്ട്. നമ്മളിതൊക്കെ നോക്കിയിട്ടാണ് പലതും ആലോചിക്കുന്നത്. ഇതാ മുഖം നോക്കാത്ത ഒരാൾ ആരാ? ഈശോ അതിലേ പോയപ്പം വിളിച്ച് ഒരാളുടെ അടുത്ത്. ഇനി അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. വിളിച്ചു പറഞ്ഞപ്പം നാട്ടുകാരെന്നാ പറഞ്ഞേ? ഒപ്പമുണ്ടായിരുന്നവർ പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്തോ ഇല്ലയോ? എന്നാ പറഞ്ഞേ? ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരേ നിങ്ങളുടെ നാട്ടിൽ ഓർത്ത് നോക്കുമോ, ഒരു പള്ളിയിൽ എല്ലാവരും കൂടെ കുതിര കയറുന്ന ആരുടെ പുറത്തായിരിക്കും? പള്ളിയിലെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ തലയിലായിരിക്കും എല്ലാവരും കൂടെ കുതിര കയറുന്നത്. ആർക്കിഷ്ടമല്ല? ആരെ? പ്രാർത്ഥിക്കുന്നവരെ മക്കൾക്ക് പോലും ഇഷ്ടമല്ല. ഒരമ്മ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എൻ്റെ മകൻ എന്നെ കൊന്നു തിന്നാനുള്ള ദേഷ്യം വച്ചാണ്. മകൻ ചോദിക്കുവാണ്, അമ്മ എന്നാത്തിനാ ഈ പ്രാർത്ഥിക്കുന്നേ? പ്രാർത്ഥിച്ചിട്ടാണോ ഇതൊക്കെ ഉണ്ടാകുന്നേ? അമ്മയുടെ ഈ പ്രാർത്ഥന, ഒടുക്കത്തെ പ്രാർത്ഥന നിർത്തിയാൽ തന്നെ ഈ വീട് രക്ഷപ്പെടുമെന്ന് മകൻ പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ കേൾക്കുന്നവരായിരിക്കും കേട്ടോ. ഏത് മക്കൾ പറയും, അമ്മയുടെ ഈ പ്രാർത്ഥന നിർത്തിയാൽ തന്നെ ഈ വീട് രക്ഷപ്പെടുമെന്ന്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഈ മനുഷ്യനോട് നാട്ടുകാർ ഒരാൾ പോലും പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു, എന്തിനാടാ പ്രാർത്ഥിക്കുന്നത്, മിണ്ടാതിരിക്കടാ അവിടെ. എല്ലാവരും ശാസിച്ചു. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യില്ല. അത് പ്രതീക്ഷിച്ച് ആരും പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരണ്ട. പ്രാർത്ഥിക്കുന്നവനെ കല്ല് വെറുകി എറിയും. പക്ഷെ വേറൊരു പ്രത്യേകത കേട്ടു തരാം. എന്നെ പ്രാർത്ഥനയുടെ പേരിൽ കളിയാക്കിയ മനുഷ്യൻ ഒരു സമയത്ത് എൻ്റെ മുമ്പിൽ കൈകൂപ്പി വന്നിങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഞാനൊരു വലിയ പ്രശ്നത്തിലാണ്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിക്കുന്നവനെ വിമർശിക്കുന്നവർ വരെ ചില സമയത്ത് കൈകൂപ്പിക്കൊണ്ട് പെറുക്കി വരുന്ന എവിടെയായിരിക്കും? പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിലായിരിക്കും. എല്ലാം ഉള്ളപ്പം പ്രാർത്ഥനയുടെ വില ആർക്കും അറിയില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ വട്ടം ചുറ്റുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ വില പോലും അറിയുന്നത്. ഞാനിങ്ങനെ ഉദാഹരണം പറയാം. ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് നമ്പർ സേവ് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്ന ഏതാ നോക്കിയെന്നറിയോ? പ്രാർത്ഥിക്കുന്ന ചേട്ടൻ്റെ നമ്പർ ആദ്യം എടുക്കുന്നത്. എൻ്റെ ഒപ്പം സാമ്പത്തികം ഉള്ളപ്പം കൂടെ നിന്ന ആൾക്കാരുടെ നമ്പറല്ല. പ്രശ്നം വരുമ്പോൾ ആദ്യം എടുക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു ചേട്ടൻ്റെയോ ഒരു അമ്മച്ചിയുടെയോ നമ്പർ എടുത്തിട്ട് ആദ്യം ഒരു പ്രശ്നം ഉണ്ടെന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കുന്നവൻ്റെ വില അറിയണമെങ്കിൽ പ്രശ്നം വരുന്ന സമയത്ത് അവൻ കൈകൂപ്പി വരും, പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് പ്രാർത്ഥനയുടെ വില, പ്രാർത്ഥനയുടെ ശക്തി. എന്നിട്ട് നോക്കുക, പെട്ടെന്നൊരു കാര്യം പറയാം. പ്രാർത്ഥിച്ചു പോയപ്പം എല്ലാവരും പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥന നിർത്തിയായിരുന്നെങ്കിൽ അനുഗ്രഹം വരുമായിരുന്നോ ഇല്ലയോ? ഈ മനുഷ്യൻ അഡ്ജക്റ്റീവാണ് എഴുതിയിരിക്കുന്നത്, അവൻ കൂടുതൽ ഉച്ചത്തിൽ. അപ്പോൾ ഒരു കാര്യം കേട്ടെ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് പൊട്ടത്തരമല്ല. ഇതാ ഈ മനുഷ്യൻ ഈശോ അതിലേക്ക് കടന്നു പോകുമ്പോൾ സാധാരണ പോലെ വിളിച്ചാൽ പോരെ, ഈശോ എന്ന് വിളിച്ചാൽ പോരെ. എഴുതിയിരിക്കുന്നത് അവൻ കൂടുതൽ ഉച്ചത്തിൽ. അപ്പോൾ ഉച്ചത്തിലുള്ള പ്രാർത്ഥനയും സ്വർഗത്തിലെ ദൈവം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.
ഒച്ചത്തിൽ പ്രാർത്ഥിച്ചു. ഇനി അതിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം എന്നാന്ന് കേട്ടോ, വേഗത്തിൽ പറയാണ്. ഇവന്റെ വിളി കേട്ടിട്ട് ആരവിടെ നിന്നു? സർവശക്തനായ ദൈവം ഭിക്ഷക്കാരൻ്റെ ഒച്ചയുടെ മുമ്പിൽ നിന്നു എന്ന് പറയുന്നത് അത്ഭുതമല്ലേ? ഇപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ അപ്പുറത്തെ ടൗണിൽ ഇരിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ നിൽക്കുമോ? ഈശോയുടെ വേഗത്തിൽ പോകും, എന്തോ പരിപാടി ഉണ്ടെന്ന് പറയും. ഈശോ പോലും കേട്ടെ, ഭിക്ഷക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പോലും ഇത്രയും വിലയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്ന നല്ല കുടുംബത്തിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭിക്ഷക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇത്രയും വില കൊടുത്തെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം ഇതിനേക്കാൾ വില തന്നിരിക്കും. അതിന് തർക്കമില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് എൻ്റെ ഫീലിംഗ് അല്ല, എൻ്റെ ബോധ്യമാണ്. ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഫീലിംഗ്, എനിക്ക് പെട്ടെന്നൊരു കുളിര് കോരിയോണ്ട് ഈ വചനം വായിച്ചപ്പോൾ ഒരു കുളിര് വന്നു എന്ന് പറയാൻ വേണ്ടി ഒരു ഫീലിംഗ് അല്ല ഞാൻ പറയുന്നത്. ഇതെൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ബോധ്യമായി. യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ട കിട്ടിയതല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പ്രാർത്ഥന എന്ന വിഷയം സെലക്ട് ചെയ്തപ്പോൾ എന്നെ ആരോ നോട്ട് എഴുതി വെച്ച് കിട്ടിയതല്ല. ഇതെൻ്റെ ബോധ്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഇനി നിങ്ങൾ ആ കേട്ട സ്ഥലം ഒന്ന് ഒരു സിനിമയിൽ കാണുന്ന പോലെ ഒന്ന് കണ്ടു നോക്കിയേ, ഒരു ഫിലിമായിട്ട് കാണുന്ന പോലെ. ഈശോ നിന്നപ്പം എത്ര പേരവിടെ നിന്നു? വലിയ ഒരു ജനാവലി അവിടെ നിൽപ്പുണ്ട്. അതിനകത്ത് ആരൊക്കെയുണ്ട്? വിമർശിച്ചവരുണ്ട്, കളിയാക്കിയവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി ഈശോ അവിടെ നിന്നിട്ട് പറഞ്ഞത് എന്നാണെന്നറിയോ? അവനെ ഇങ്ങോട്ട് വിളിക്കാൻ. അവൻ ഇതിലേ കൂടിയാ വന്നേ. അവൻ വിളിച്ചപ്പം എതിലേ കൂടിയാ വന്നേ? എല്ലാവരുടെയും പുറകെ കൂടെയാണോ വന്നത്? മുന്നിൽ കൂടിയാണോ? പുറകെ കൂടിയോ? മുന്നിൽ കൂടെ. ഒന്ന് ശ്രദ്ധിച്ചേ, പ്രാർത്ഥനയുള്ള മനുഷ്യനെ ദൈവം ഇപ്പൊ എതിലേ കൂടിയാ നടത്തിയേ? എതിലേ കൂടിയാ? പ്രാർത്ഥിക്കുന്നവനെ ദൈവം പുറകെ നിൽക്കുക. ഈ മാന്യന്മാര് മുഴുവൻ പുറകെ നിൽക്കുക. എന്നാണ് അത്ര ഇതിൽ ഒച്ച എടുക്കേണ്ട കാര്യം എന്നാണെന്നാ ചോദിച്ചാൽ എല്ലാവരും ഇത്രയും നേരം? വിമർശിച്ചവരെ അല്ല മുന്നിൽ കൂടെ നടത്തിയേ. ഒരു കാര്യം കേട്ടെ, ഇത്രയും നേരം ഭിക്ഷയെടുത്തോണ്ടിരുന്നവൻ ഇതാ എല്ലാവരുടെയും മുന്നിൽ കൂടെ ദൈവം നടത്തി. പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നവരും കേട്ടോ, പ്രാർത്ഥിക്കുന്ന നിങ്ങളെ വിമർശിച്ചവർ പോലും നോക്കി നിൽക്കുമ്പം മുന്നിൽ കൂടെ നടത്തും. ഒരു കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും. സാമ്പത്തിക കാര്യത്തിലും, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും, അഭിമാനത്തിൻ്റെ കാര്യത്തിലും, കുടുംബത്തിൻ്റെ കാര്യത്തിലും ദൈവം നിങ്ങളെ ആരുടെയും പുറകെ നിർത്തിയല്ല, മുന്നിൽ കൂടെ നടത്തും. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് മുന്നിൽ കൂടെ നടത്തുന്ന ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്നിൽ കൂടെ നടത്തി. ഈ മുന്നിൽ കൂടെ നടക്കുന്നത് ആരൊക്കെ കണ്ടു? 10 പേരാണോ കണ്ടേ? ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ദൈവവചനം കേൾക്കാൻ വേണ്ടി 6 മണി തൊട്ട് ഒരുങ്ങി സമയവും എല്ലാം മാറ്റിവെച്ച് ഇവിടെ ഇരിക്കുന്നില്ലേ? നാളെ നിങ്ങളോട് ചിലർ പറഞ്ഞിട്ടില്ലേ, എന്നാ കാണിക്കാനാ ധ്യാനത്തിന് പോകുന്നേ? എല്ലാ ദിവസവും നിങ്ങൾ ഈ പോക്കാണല്ലോ എന്നൊക്കെ ചോദിച്ചവർ തന്നെ 5 വർഷം കഴിഞ്ഞിട്ട് അവരുടെ മുമ്പിൽ കൂടെ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ കൂടെ നടത്തും ദൈവം. അതൊക്കെ ഒരു സീക്രട്ട് ഉണ്ട്, രഹസ്യമുണ്ട് കേട്ടോ. എന്തൊക്കെ ഒത്തിരി കാര്യമുണ്ട്, ഇതൊക്കെ ചുമ്മാ എഴുതി വച്ചിരിക്കുന്നതല്ല. നടത്തി. എന്നിട്ട് അവനോട് ചോദിച്ച ചോദ്യം എന്നാന്ന് കേട്ടെ? ചോദിക്കുകയാണ്, നിന്റെ ആഗ്രഹം എന്നാന്ന്. ആരോടാ ചോദിച്ച ആഗ്രഹം എന്നാന്ന്? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരാഗ്രഹവും ഇവിടെയുണ്ട്. മിനിമം ഒരു 800 കാറേലും വേണമെന്ന് ആഗ്രഹമുള്ളവരാ പലരും. ഒരു കാറെങ്കിലും മേടിക്കണേന്ന്. ആഗ്രഹമില്ലാത്ത ആരുമില്ല. ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മുഴുവൻ ആഗ്രഹമുണ്ട്. പക്ഷെ ആരോടെങ്കിലും ചോദിച്ചോ ആഗ്രഹം എന്നാന്ന്? ഒറ്റ ഒരാളോടെ ചോദിച്ചുള്ളൂ ആഗ്രഹം എന്താണെന്ന്. ആരോടെ ചോദിച്ചുള്ളൂ? എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കുന്നവൻ്റെ ചങ്കിനകത്തിരിക്കുന്ന ആഗ്രഹത്തിന് പോലും എവിടെ വിലയുണ്ട്? ആരുടെ മുമ്പിൽ? ദൈവസന്നിധിയിൽ വിലയുണ്ട്. മറക്കരുത്. പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ആഗ്രഹിക്കുക, എൻ്റെ മകൻ ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ, എൻ്റെ വീടിൻ്റെ ബുദ്ധിമുട്ടൊന്നും മാറിയിരുന്നെങ്കിൽ. ആരാഗ്രഹിക്കുന്നറിയോ? പ്രാർത്ഥനയുള്ള ഒരമ്മ. ഒരാളുടെ ചങ്കിനകത്തിരിക്കുന്ന ആഗ്രഹത്തിന് പോലും വിലയുണ്ട്. ഈശോ നാട്ടിലുള്ള എല്ലാവരോടും ഇങ്ങൊന്ന് നിന്റെ ആഗ്രഹം എന്നാന്ന് ചോദിച്ച് നടക്കുന്ന ആളല്ലായിരുന്നു. പക്ഷെ പ്രാർത്ഥിക്കുന്നവനോട് ചോദിച്ചു ആഗ്രഹം എന്നാണെന്ന് ചോദിച്ചെങ്കിൽ ഇവിടെ ദൈവവചനം പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഈശോ ചോദിക്കും, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങളുടെ ആഗ്രഹം എന്നാണ്? പ്രാർത്ഥിക്കുന്നവന്റെ ഹൃദയത്തിനകത്തുള്ള ചെറിയ ആഗ്രഹത്തിന് പോലും ദൈവത്തിന്റെ സന്നിധിയിൽ വലിയ 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 വിലയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ.